വെള്ളം 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 അമ്മോ എന്നെ കൊല്ലണേ എൻ്റെ കാതിൽ മുഴങ്ങണം. ഇന്നും ആ മുഴക്കം ഇന്നും എനിക്ക് 27-ാം തീയതി അപ്പം ഇന്നും മുഴങ്ങും. എൻ്റെ അമ്മ എന്നെ കൊല്ലണേ എന്നെ കൊല്ലണേ എന്നെ കൊല്ലണേ എന്ന് ഈ മുഴക്കം വന്ന മൈക്ക് കിട്ടിയാൽ 77-ലെ ലോക്കപ്പ് മർദ്ദനത്തെക്കുറിച്ച് വാചാലനാകുന്ന മുഖ്യമന്ത്രി ഇന്ന് താങ്കളാണ് പോലീസിനെ ഭരിക്കുന്നതെന്ന് ഓർത്താൽ നന്ന്. ചോര പുരണ്ട ഷർട്ട് നിയമസഭയിൽ ഉയർത്തിയ അന്നത്തെ യുവാവിൻ്റെ ശൗര്യം പഴയ വിജയനായിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നുവെന്ന സ്ഥിരം ഡയലോഗിൽ ഒതുങ്ങിയോ? ചോരക്കത്തിയെടുത്ത രാഷ്ട്രീയ ക്രിമിനലുകൾക്ക് അഭിവാദ്യം അർപ്പിച്ചും പോലീസ് സേനയെ പാർട്ടി കേഡറാക്കിയും സംസ്ഥാനത്തെ CPM നേതൃത്വം എന്ത് സന്ദേശമാണ് നൽകുന്നത്? കറുത്ത മാസ്കിനും മൈക്കിനും പൂക്കളത്തിനുമൊക്കെ എതിരെ കേസെടുപ്പിച്ച് കേരളത്തിലെ പോലീസിനെ വെറും റീൽസിന് വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മൗനത്തിൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പോലീസ് തലപ്പത്തെ ഈ ക്രിമിനൽ സംഘത്തിന് കുടപിടിക്കുന്ന കാരണഭൂതൻ അങ്ങാണോ? അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമായിരുന്നിട്ടും മൗനം തുടരുന്നതിന് പിന്നിലെ കാരണമെന്ത്? ജനം ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നു. ഈ ക്രിമിനലുകൾക്ക് മുഖ്യന്റെ പിന്തുണയോ? നിയമവിദഗ്ധൻ ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ സർ, BJP വക്താവ് ശ്രീ ഉല്ലാസ് ബാബു, ഇടതുമുന്നണി നേതാവ് ശ്രീ ജലീൽ പുനലൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ MK ഹരിദാസ്, ABVP മുൻ സംസ്ഥാന ഉപാധ്യക്ഷനും പരാതിക്കാരനുമായ ശ്രീ സനു മാസ്റ്റർ എന്നിവരാണ് ചേരുന്നത്. എല്ലാ അതിഥികൾക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷിജിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറയുന്നത് 2014 ജനുവരി 9 നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് ABVP പൂർണ്ണസമയ പ്രവർത്തകനായി തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന കാലം ഗുരുവായൂരിൽ നടന്ന സ്കൂൾ കലോത്സവത്തിലെ ചില പ്രശ്നങ്ങളെ തുടർന്ന് ABVP കലോത്സവ നഗരിയിൽ പ്രകടനം നടത്തുകയും 10ാം ക്ലാസ് വിദ്യാർത്ഥി അടക്കമുള്ള പ്രവർത്തകരെ ഗുരുവായൂർ ജനമൈത്രി പോലീസ് പിടികൂടി കൊണ്ടുപോയി. അന്ന് സനു മാഷും ഞാനും സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. സംസാരത്തിനിടയ്ക്ക് മുൻ വൈരാഗ്യമുള്ളതുപോലെ ഒരു പോലീസുകാരൻ സനു മാഷിനെ അകാരണമായി കയ്യേറ്റം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കെ SFI ആക്രമണത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ട മാഷിനെ അതുപോലും പരിഗണിക്കാതെയാണ് ഞങ്ങളുടെ മുന്നിൽ പോലീസുകാർ ക്രൂരമായി ആക്രമിച്ചത്. ഇത് പിന്നെയും ഈ പോസ്റ്റ് തുടരുന്നുണ്ട്. ശ്രീ രാംകുമാർ സർ, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ പരിപാടികൾ പോലീസിൻ്റെ. പണ്ടൊക്കെ ഇടിയൻ പോലീസ് എന്ന് പറയുമായിരുന്നു. അത് ഇപ്പോൾ ഒരു പരസ്യമായ ഒരു ധിക്കാരത്തിൻ്റെ ഭാവേന ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൈക്കൂലിക്ക്, മണൽ കടത്തിന് കൈക്കൂലിക്ക് 500 പോരാ എന്ന് വാശി പിടിക്കുന്ന പോലീസുകാരും ഗ്രേഡ് SIയും, ആളൊഴിഞ്ഞ കടയിൽ കയറി മാങ്ങ കട്ടെടുക്കുന്ന പോലീസുകാരൻ, ഇങ്ങനെ ഓരോരോ രീതിയിലാണ് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ പുറത്തു വരുന്നത്. അതൊക്കെ സഹിക്കാം, അതൊക്കെ തമാശയായിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇത് കടന്നിരിക്കുകയാണ്. പരാതി പറയാൻ എത്തുന്നവരെ കയ്യേറ്റം ചെയ്യുക, വയർലെസ് സെറ്റ് എടുത്ത് നെഞ്ചത്തേക്ക് വലിച്ചെറിയുക. ഇതെന്തൊരു കഷ്ടമാണ്. സാധാരണക്കാരൻ ഈ ഒരു അവസ്ഥയിൽ ഏത് രീതിയിലാണ് നീതിക്കായി പോരാട്ടം നടത്തേണ്ടത്? പോലീസ് അതിക്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ഇത്ര സംഘടിതമായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമായി ഒരു സേന, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിഭാഗം, ജനങ്ങളുടെ ശമ്പളം വാങ്ങുന്ന ആളുകൾ തരം മാറിയത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ക്രിമിനലുകൾ കാക്കിയുടുപ്പിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് CCTV ക്യാമറ വെച്ചിട്ട് പോലും യാതൊരു സങ്കോചവും സംശയവുമില്ലാതെ ധൈര്യപൂർവ്വം ആരോ തങ്ങളെ സംരക്ഷിക്കാനുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ വരുന്ന ആളുകളെ മർദ്ദിക്കുന്നത്. യാതൊരു കാരണം കൂടാതെ പരാതി പറയാൻ വന്നവനെയും പരാതിക്ക് വശംവദനായ ആളെയും പക്ഷഭേദമില്ലാതെ എല്ലാവരെയും തല്ലി ഭയപ്പെടുത്താം, ആരും ചോദിക്കാനില്ല. ഇതുപോലെ ദയനീയമായൊരവസ്ഥ കേരളം പോലെ പുരോഗമന സംസ്ഥാനം എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നു എന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ അടിയന്തരാവസ്ഥ പോലും ലജ്ജിച്ചു പോകുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ആഘോഷിച്ച് തെരഞ്ഞെടുപ്പ് തോൽവിയില്ല ജനശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. അവരന്ന് പെരുമ്പറ അടിച്ച് കക്കയം ക്യാമ്പിൽ നടന്ന വിഷയങ്ങൾ
ദേശാഭിമാനി പത്രം വഴിയും പൊതുയോഗങ്ങൾ വഴിയും സ്ട്രീറ്റ് കോർണർ മീറ്റിംഗ് വഴിയും മറ്റും ലഘുലേഖ വഴിയും പരസ്യം ചെയ്താണ്. ഇന്ന് എന്താണ് അവർ ഉണ്ടാത്തത്? അവർ മാത്രമല്ല, ഈ കോൺഗ്രസ്സുകാരുടെ സ്ഥിതി എന്താ? അടിയന്തരാവസ്ഥക്കാലത്ത് RSS ജനസംഘം പ്രവർത്തകരെ പോലീസുകാർക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുത്ത് അവരെ ഭീകരമായി മർദ്ദിച്ച് ഒച്ച ടെലിഫോൺ കൂടെ കേൾക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഈ രണ്ട് പാർട്ടിക്കാർക്കും ഇപ്പോൾ സ്വയം വിതച്ചത് കൊയ്യാനുള്ള ഗതികേടിലെത്തിയിരിക്കുകയാണ്. കാരണം കക്ഷിഭേദമില്ലാതെ ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടന DYFൻ്റെ പ്രവർത്തകരുമാണ്. അപ്പോൾ കക്ഷിഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ മനുഷ്യത്വരഹിതമായി ഭീകരമായി മർദ്ദിക്കുന്ന ഒരു ക്രിമിനൽ സംഘം ശമ്പളം പറ്റിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഓരോ കേരളീയനും ലജ്ജിച്ച് തല താത്തേണ്ടതാണ്. അതിലും ലജ്ജ തോന്നുന്നത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആളുകളും ഉണ്ടാതിരിക്കുക. ഇവിടെ ഒരു ഇല വീണാൽ സാംസ്കാരിക നായകന്മാരും നായകത്തികളും ശബ്ദകോലാഹലമുണ്ടാക്കും. അവർക്ക് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് പുരസ്കാരം കിട്ടുന്ന വിഷയമാണെങ്കിൽ. ഇന്നിപ്പോൾ എവിടെ പോയി നായകന്മാരും നായകത്തികളും? ഇടതുപക്ഷ പുരോഗമനമാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ നഗ്നമായ മനുഷ്യാവകാശ ലംഘനം പരസ്യമായി നടത്തി അത് പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്തിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് കാപട്യം മാത്രമല്ല, ലജ്ജാകരമായ സ്വഭാവമാണ്. ഇവരെയൊക്കെ ബഹിഷ്കരിക്കണം. ഇനി ഒരിക്കലും ഒരു പൊതുയോഗത്തിലോ പത്രങ്ങളിലോ സാംസ്കാരിക നായകൻ നായകത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ പുരോഗമനം പറഞ്ഞുകൊണ്ട് വന്നാൽ ചൂലെടുത്തവരെ കൈകാര്യം ചെയ്യണം. അതിലും ദുഃഖകരമാണ് ശമ്പളം പറ്റുന്ന മറ്റൊരു വിഭാഗം. ഇവിടെ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ റിട്ടയർ ചെയ്ത ആളുകൾക്ക് ജീവസന്ധാരണത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ജനങ്ങളുടെ കാശ് ചിലവാക്കിക്കൊണ്ട് കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരിത്രയും നഗ്നമായ മനുഷ്യാവകാശ ലംഘനം നടന്ന് എന്ത് ചെയ്തു? ഒരു പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി, ഒരു റിട്ടയർഡ് ജഡ്ജി, വളരെ നല്ല മനുഷ്യനാണ്, നിഷ്പക്ഷനാണ്, സത്യസന്ധനാണ്, പക്ഷേ നിസ്സഹായനാണ്. കാരണം പഴയ പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഭരിക്കുന്ന കക്ഷിയെ വിഷമിക്കും. ഇവരൊക്കെ നോക്കികൂത്തികളായിരുന്ന് ജനങ്ങളുടെ ശമ്പളം മേടിച്ച് നഗ്നമായ മനുഷ്യാവകാശം നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? പ്രതികരിക്കേണ്ട ആളുകളല്ലേ അവർ? ഒരു മനുഷ്യാവകാശം, നഗ്നമായ മനുഷ്യാവകാശം, നിരപരാധികളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അധികാരത്തിൻ്റെ പിൻബലവും അഹങ്കാരവും വെച്ചുകൊണ്ട് ഭീകരമായി മർദ്ദിക്കുന്നത് കേരളം മുഴുവൻ കണ്ടിട്ടും നമ്മുടെ മനുഷ്യാവകാശ ഇതിൽ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് യാതൊരു ചാഞ്ചല്യവുമില്ല. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് യാതൊരു അനക്കവുമില്ല. ഇതിലും ലജ്ജാകരമായൊരു സ്ഥിതിവിശേഷം നമ്മുടെ സാക്ഷര കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഒരധികപ്പറ്റാണ്, വെറും ഇത്തിക്കണ്ണിയാണ് എന്നിപ്പോൾ തെളിയിക്കപ്പെട്ടു. അതിലും മോശമാണ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി. നഗ്നമായ പോലീസ് അതിക്രമം, അധികാര ദുർവിനിയോഗം, ക്രിമിനൽ കുറ്റങ്ങൾ, ശിക്ഷാർഹമായ അതിക്രമം, മനുഷ്യനെ ഭേദ്യം ചെയ്യൽ എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ട കൂട്ടത്തിൽ ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കാണുമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് ഒരു കഷ്ണം കടലാസ് പോലും അദ്ദേഹം എഴുതാത്തത്? പേടിയുണ്ടാണോ? ആണെങ്കിൽ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഇനിയും നാണം കെടാതെ എത്രയും വേഗം രാജിവെച്ച് കിട്ടുന്ന പെൻഷൻ കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണം. അല്ലെങ്കിൽ ജനങ്ങളുടെ ശമ്പളം മേടിച്ച് റിട്ടയർ ചെയ്ത് പിന്നെയും ജീവസന്ധാരണം നടത്തി സ്ഥാനം പോലീസുകാരൻ്റെ സല്യൂട്ടും മേടിച്ച് നടക്കുന്ന വ്യക്തികൾ കേരളത്തിന് അവമാനകരമായ രീതിയിൽ പ്രവർത്തിക്കരുത്. അത് മാത്രമല്ല, ഈ പാവപ്പെട്ടവന്റെ നികുതി പണം കൂടി ഉപയോഗിച്ചാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ശമ്പളം വാങ്ങി തന്നെയാണ് ഈ വൈറൽ സെറ്റ് എടുത്തിട്ട് നെഞ്ചത്തേക്ക് വലിച്ചെറിയുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ ഒരു വിപത്തിലേക്കാണ് ഈ ഒരു സാഹചര്യം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട് കത്തുമ്പോൾ ഏതോ ഒരു ചക്രവർത്തി വീണ വായിച്ചെന്നൊരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു കഥയും കേട്ടിട്ടുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു,
ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് മൗനമാണ്. ആ മൗനമാണ് ഏറ്റവും പ്രധാനമായും ഒരു ദുരൂഹതയായി മാറുകയും ചെയ്യുന്നത്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ തനി രീതിയിൽ ഇടിച്ചു എന്നൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട്, ഞാൻ ഈ ഡിബേറ്റ് തുടങ്ങുമ്പോൾ ആമുഖമായി ഒരമ്മയുടെ കണ്ണുനീര് കാണിച്ചിരുന്നു, പ്രഭാവതി അമ്മ. ഉദയകുമാർ ഉരുട്ടിക്കൊല എത്രത്തോളം വലിയ രീതിയിലാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ച് കുലുക്കിയതെന്ന് ആ പ്രതികളെ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര് വീണു, ഒരുപാട് സാധാരണക്കാരുടെ വേദനയും നിലവിളിയും ഒക്കെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ കേട്ടു. എന്നിട്ടും ഒരു അനക്കമില്ല, ഒരു മിണ്ടാട്ടമില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക്. എന്തുകൊണ്ടായിരിക്കും? അല്ല, നമ്മൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഭാരതത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നിരവധി കാര്യങ്ങളുണ്ട്. ബഹുമാനനായിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ രാംകുമാർ സാർ, അദ്ദേഹം ഇരിക്കുമ്പോൾ ആ കാര്യങ്ങൾ കേസ് ലോസിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത് വളരെ കൃത്യമായിട്ട് എന്നേക്കാൾ ഭംഗിയായി ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കും. നിരവധി കേസുകളിൽ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് ഉണ്ട്, സുപ്രീം കോടതി ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഒരു കാര്യമുള്ളതെന്ന്. ഒപ്പം തന്നെ നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളിൽ 60% ഓഫ് അറസ്റ്റും കള്ളക്കേസുകളുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് പൂർണ്ണമായി ശരിയല്ലാത്ത കാര്യങ്ങളാണ്. നിരവധി പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ സംഭവിച്ചൊരു മാറ്റമെന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ഗുണ്ടകളും എന്ന് പറഞ്ഞാൽ അധികാരമുള്ള ഗുണ്ടകളും അധികാരമില്ലാത്ത ഗുണ്ടകളും തമ്മിലുള്ള ഒരു യുദ്ധം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അധികാരമുള്ള ഗുണ്ടകൾ കാക്കി ധാരിയായി തൊപ്പിയിട്ട് ലത്തിയും പിടിച്ച് തോക്കും വെച്ച് ജീപ്പുമായി നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ ഈ നികുതി പണം കൃത്യമായി മാസം വാങ്ങിച്ച് കുടുംബത്തിന് ഭക്ഷണം കൊടുത്ത് അവർ ഇങ്ങനെ നായാട്ടിനിറങ്ങുന്നു. അധികാരമില്ലാത്ത ഗുണ്ടകൾ അവർ വേഷം കെട്ടും കാണിച്ച് കഞ്ചാവും വലിച്ച് കള്ളും കുടിച്ച് നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർത്ത് അവരും വിളയാട്ടം നടത്തി മുന്നോട്ട് പോകുന്നു. ഈ രണ്ട് വ്യത്യാസങ്ങളാണ് പിണറായി വിജയൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അത് വിട്ട് വേറൊരു ഡെവലപ്മെൻ്റ് ഒന്നും പിണറായി വിജയനെ സംബന്ധിച്ചില്ലല്ലോ. നോക്കൂ, അടിയന്തരാവസ്ഥ കാലത്ത് ചോരയൊലിപ്പിച്ച് നിയമസഭയിൽ വന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് അഭിമാനപൂർവ്വം പ്രസംഗിച്ച് സംസാരിക്കാറുള്ള ശ്രീ പിണറായി വിജയനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ജനാധിപത്യം വാഴുന്ന ഈ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെപ്പോലും തോൽപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് 11+6 2 മന്ത്രിസഭയിലും കൂടി 17ഓളം പേർ കൊല ചെയ്യപ്പെട്ടു. എന്തിൻ്റെ പേരിൽ? പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കസ്റ്റഡി മരണമുണ്ടായി. 17ഓളം പേർ ഈ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ, ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ എന്തെടുക്കുകയായിരുന്നു? പരിപൂർണമായ പരാജയമാണെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നോക്കൂ, ഒരു ദിവസം കാലത്ത് പത്രം വായിക്കുന്ന സമയത്ത് ഞെട്ടലോടെയല്ലേ നമ്മൾ കാണേണ്ടത്? ഏത് മേഖല വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കൂ. ശ്രീജിത്ത് എന്ന് പറയപ്പെടുന്ന ഒരു പയ്യനുണ്ടായിരുന്നല്ലോ വരാപ്പുഴയിൽ. വരാപ്പുഴ ശ്രീജിത്ത് കൊല ചെയ്യപ്പെട്ടത് എന്തടിസ്ഥാനത്തിലായിരുന്നു? ആൾ തെറ്റിക്കൊണ്ടുപോയി കൊല ചെയ്യപ്പെട്ടു. അമ്മ കാലത്ത് വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ ചെന്ന സമയത്ത്, ചായ വാങ്ങിച്ചു കൊടുക്കാൻ സമയത്ത് ആ ചായ പോലും കുടിക്കാൻ സമ്മതിച്ചില്ല, അത് വാങ്ങിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല. എന്തടിസ്ഥാനത്തിൽ? തെറ്റിക്കൊണ്ടുപോയ പയ്യനെ കൊന്നിട്ടും അവർക്ക് ഈർഷ തീർന്നിട്ടുണ്ടായിരുന്നല്ലോ. ഉദയൻ്റെ അമ്മ എന്താണ് ആ അമ്മ പറഞ്ഞത്? നിങ്ങളല്ല കൊന്നതെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഉരുട്ടിക്കൊന്നത് ആരെന്ന് ഞങ്ങൾക്കറിയണം, എനിക്കറിയണം. ആ വയസ്സായ അമ്മ എപ്പോഴും പറയുന്നില്ലേ? ഒരു മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയായി ഒരു പാവം സ്ത്രീയെ എത്ര മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചു, അനാവശ്യമായ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിവിരോധം തീർത്തുകൊണ്ട്. അതും ഈ കേരളത്തിൽ നടന്നില്ലേ? എത്ര വിഷയങ്ങൾ കേരളത്തിൽ നടക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലീസ് അന്വേഷണമുണ്ടോ? ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള കുന്നംകുളത്തെ വിഷയത്തിലടക്കം പോലീസിന് റിപ്പോർട്ടുണ്ടായിരുന്നല്ലോ, DGP കണ്ട റിപ്പോർട്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടായിരുന്നല്ലോ. എന്താ അദ്ദേഹം അത് അടയിരിക്കുകയായിരുന്നോ? എന്താണ് പീച്ചിയിൽ നടന്ന വിഷയം? പോലീസിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ, DGPക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ. ഇവർക്കൊന്നും അതിലൊരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ കേരളം തലതാത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കി അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തലകുനിച്ച് കേരളം എന്ന് പറയപ്പെടുന്ന മാധ്യമപ്പടയ്ക്ക് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കാത്തത്? കേരളം തല താഴ്ത്തുകയല്ലേ? കേരളത്തിലെ അധികാരവർഗത്തിൻ്റെ പേരും പറഞ്ഞ് കേരളത്തിലെ സാധാരണക്കാരൻ്റെ സമാധാനാന്തരീക്ഷം തകർത്ത് അവൻ്റെ നെറുകിൽ ചവിട്ടി, അവൻ്റെ തലയിലടിച്ച്, അവൻ്റെ തണ്ടൽ ചവിട്ടിയൊടിച്ച് എന്തെല്ലാം വൃത്തികേടുകളാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. കാക്കിയിട്ട് മാസശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്നാണ് അവരുടെ ഉദ്ദേശം. സനൂപ് എൻ്റെ സുഹൃത്തുമാണ്, എൻ്റെ സഹോദര തുല്യനുമാണ്. എന്താ സനൂപിൻ്റെ കണ്ണാടയ്ക്കുള്ളിൽ? നിങ്ങൾ കണ്ണാട ഊരിട്ടൊന്ന് സനൂപിനോട് നോക്കാൻ പറ. കമ്മ്യൂണിസ്റ്റുകാരുടെ തെമ്മാടിക്കൂട്ടമായിട്ടുള്ള SFI വിഭാഗം കളഞ്ഞതാണ് സനൂപിൻ്റെ കണ്ണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം.
എത്ര വർഷമായിട്ട് ഞാനും സനൂപൊക്കെ ഒരേ കാലഘട്ടത്തിൽ ABVP ഉണ്ടായിരുന്ന ആളുകളാണ്, ABVP പ്രവർത്തകരായിരുന്ന ആളുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ക്രൂരതകൾ ഒന്നൊന്നായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം നടപ്പിലാക്കാൻ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടോ? നോക്കൂ, ഈ ചാലക്കുടിയിൽ ഒരു സ്ത്രീ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. ആ സ്ത്രീ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു വനിത. ആ വനിത എത്ര ദിവസം ഇവർ ജയിലിലിട്ടു, എത്ര മാനസിക സംഘർഷമുണ്ടാക്കി, അതിനുശേഷം എന്തെല്ലാം ആരോപണങ്ങൾ ആ സ്ത്രീ നേരിട്ടു. ഇപ്പോൾ അതൊന്നുമില്ല, അത് തെറ്റായിരുന്നുവെന്ന്. ആർക്ക് നഷ്ടം? അവരുടെ കുടുംബത്തിന് നഷ്ടം. വ്യക്തി എന്ന രീതിയിൽ അവരനുഭവിച്ച വേദന. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃത്യതയുള്ളൊരു നിലപാട് ഇവർക്ക് എടുക്കുമോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കുന്ന കാണാമറയത്തിരുന്ന് ഇവർ കാണിക്കുന്ന ചമച്ചു കൂട്ടുന്ന കഥകൾക്ക് പുറകിൽ കേരളം ഓടണം, കേരളം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ആഭ്യന്തര നിലപാടുകളൊക്കെ പെട്ടെന്ന് വരും, അത് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ വേഗം റിപ്പോർട്ടുകളൊക്കെ വരും. പക്ഷേ ആ സമയത്ത് അവരനുഭവിച്ച മാനസിക സംഘർഷം, അതിന് തത്തുല്യമായിട്ടൊരു നീതി വാങ്ങിച്ചു കൊടുക്കുക, അതായത് തെറ്റുകാർക്കെതിരെ ഒരു നടപടി എടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കണം ശ്യാം ബാബു, കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അവിടെ കത്തിച്ച വിളക്കുകളുടെ മിന്നുന്ന പ്രകാശത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതാൻ താല്പര്യം കാണിച്ച മുഖ്യമന്ത്രി, ഓണാഘോഷങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതാൻ താല്പര്യം കാണിച്ച മുഖ്യമന്ത്രി, എന്താണ് സേനയുടെ പ്രവൃത്തിയെ കൃത്യമായി കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ, അല്ലെങ്കിൽ ഉചിതമായ അന്വേഷണം നടത്തി ഉചിതമായ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത്? അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വേർഡുണ്ടല്ലോ, എന്താ? സേനയുടെ മനോവീര്യം തകർക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ എറണാകുളത്ത് ഒരു പയ്യൻ, ഞാൻ കുറച്ചു കാലം മുൻപാണ് അദ്ദേഹത്തിൻ്റെ കാര്യം അറിഞ്ഞത്, ഒരു പയ്യൻ ഭക്ഷണം യാത്ര ചെയ്ത് ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ ഒരു സ്ഥലത്ത് ഒരു പാലത്തിൻ്റെ അടിയിൽ പോയി ഇരുന്ന സമയത്ത് പോലീസ് പെട്രോളിങ്ങിന് വന്നു. എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അവരെ പിടിച്ചു കൊണ്ടുപോയി അവൻ്റെ 2 കവളത്ത് പഠിച്ചു. അവൻ പരാതി കൊടുത്തതിന് ശേഷം പോലീസ് വിളിപ്പിച്ചു, കളക്ടർ വിളിപ്പിച്ചു. വിളിപ്പിക്കലോടെ തന്നെ വിളിപ്പിക്കൽ. 2 കൊല്ലം അതിൻ്റെ പുറകിൽ നടന്നപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ അടിച്ചവൻ മിടുക്കനായി അവിടെ നിന്നു. അടി കൊണ്ടവൻ നടന്ന് വയ്യാണ്ടായി. ആ അടിയുടെ വേദന സഹിച്ച് അയാൾ അങ്ങനെ ജീവിതത്തിൻ്റെ മറ്റൊരു രീതിയിലേക്ക് പോയി. ഈ പിണറായി വിജയൻ ചെങ്കോലെടുത്തതിന് ശേഷം കാലം ഇന്നു വരെ പോലീസ് വിഭാഗം നടത്തുന്ന നരനായാട്ടുകളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ പിണറായി വിജയനും കേരള പോലീസിനും നടമാടാനുള്ളതല്ല കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം, കേരളത്തിൻ്റെ സാധാരണക്കാരും കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങളെന്ന് പറയപ്പെടുന്നത്. ഇവർക്ക് തോന്നുന്നത് മുഴുവൻ കാണിച്ചു കൂട്ടുക, ഇവർക്ക് തോന്നുന്ന കേസുകൾ മുഴുവൻ ചാർജ് ചെയ്യുക. നോക്കൂ, തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഏമാൻ്റെ വണ്ടി ഇടിച്ച വിഷയത്തിൽ ഒരു നേപ്പാളിക്കെതിരെ FIR ഇട്ടുന്നു ഈ പോലീസ്. വണ്ടി ഇയാൾ കൊണ്ടിടിച്ച് അയാൾക്ക് പരിക്ക്, ഒരു നേപ്പാളി പയ്യന്. അവൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവനെതിരെ FIR ഇട്ടെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് കേരളം ഒന്നാണ്, കേരളം നമ്പർ 1 ആണ്, ലോകം കേരളത്തെ നോക്കുന്നു എന്ന മൂത്ത നുണയും വണ്ടത്തരങ്ങളും പറഞ്ഞ് പൊട്ടൻ ചമഞ്ഞ് നടക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ തല കുനിക്കണ്ടേ നമ്മളെല്ലാവരും? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് IT വകുപ്പിൽ ഒരു ചെറിയ പരാതി ഉയർന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് IT മന്ത്രിയോട് പോയി ചോദിക്കാനാണ്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ആ IT വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല തനിക്കാണെന്ന് മുഖ്യമന്ത്രിയോട് മറന്നുപോയോ ശ്രീ ജലീൽ? ഞാൻ ഉല്ലാസിലേക്ക് വരാം. ശ്രീ ഹരിദാസ്, നമ്മളുടെ ഇടതുമുന്നണി പ്രതിനിധീകരിക്കുന്ന അതിഥി പറഞ്ഞതിൽ ചെറിയ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വോയിസ് ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ശ്രീ ഹരിദാസ്, മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ ശുദ്ധ പോക്കൃത്തരം, തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ പോലും ഒരു തെറ്റുമില്ല. ഒരു DYSP, അയാൾക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്, ഒരു കുലുക്കവുമില്ല. അയാൾ ഇന്നും ഫേസ്ബുക്കിലൂടെ നാട്ടുകാരുമായി സംവദിക്കുകയാണ്. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു DYSP. ഇവരൊക്കെയാണ് ഈ പറയുന്ന സാധാരണക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്ന പോലീസിൻ്റെ തലപ്പത്തുള്ളത്. ഈ തലപ്പത്തെ തല്ല് സംഘത്തെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ അവർക്കാണെങ്കിൽ ഇത് ഒരു തരത്തിലും മിണ്ടാട്ടവുമില്ല. ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? എത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഉയരേണ്ടത്? നോക്കൂ ശ്യാം, ഈ തല നേരെ നിന്ന വാലാടില്ല. നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഏറ്റവും കേട്ടുകേൾവിയുള്ള ഒരു ചൊല്ലാണത്. തല നേരെ നിന്ന് ഒരിക്കലും വാലാടില്ല. അപ്പൊ തല എന്തുകൊണ്ട് നേരെ നിൽക്കുന്നില്ല എന്നതിലേക്ക് കടന്നാലേ വാല ആടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. LDF പ്രതിനിധി പറഞ്ഞതിനോട് 100% യോജിച്ചുകൊണ്ട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാതിരിക്കാൻ നിർത്തിയില്ല. കാരണം വെണ്ടക്കായുടെ ചിത്രം വരച്ചിട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ല സഖാവെ, അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക.
പിണറായി വിജയന്റെ ഭരണം നല്ലതാണെന്ന് ആരാണ് പറയുന്നത്? പിണറായി വിജയനും പിണറായി വിജയന്റെ അനുയായികളും പറഞ്ഞതുകൊണ്ട് പിണറായി വിജയന്റെ ഭരണം നല്ലതല്ല. ഇവിടെ സാധാരണക്കാരായ നികുതിദായകർക്ക് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ക്രൂരമർദ്ദനം ഏൽക്കുകയും നീതി ലഭിക്കേണ്ടത് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ പിണറായി വിജയന്റെ ഭരണം നല്ലതാണ് എന്ന് അങ്ങ് സർട്ടിഫൈ ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങയോട് യോജിച്ച് സംസാരിക്കാൻ നിർത്തിയില്ല. ലോകോത്തര നിലവാരമുള്ള ഒരു പോലീസ് ആയിരുന്നു കേരള പോലീസ്, യാതൊരു സംശയവുമില്ല. പക്ഷെ കഴിഞ്ഞ 9 വർഷവും 3 മാസവും കൊണ്ട് ലോകോത്തര നിലവാരത്തിൽ നിന്നും ഒരു സാധാരണ നമ്മൾ പറയില്ലേ അങ്ങേയറ്റം താണ നിലവാരത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് പോലീസിന്റെ കായിക ശക്തി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. അദ്ദേഹത്തെ ഇടിച്ച പോലീസുകാർ കുഴഞ്ഞു വീണതല്ലാതെ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നമ്മളെ അറിയിച്ചത് അദ്ദേഹം തന്നെയാണ്. അതിനെ നമ്മൾ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് പോലീസുകാർക്ക് ഇങ്ങനെ അഴിഞ്ഞാടാൻ സാധിക്കുക എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്തേണ്ടത് IG ലക്ഷ്മണ തന്നെ സസ്പെൻഡ് ചെയ്ത കാര്യം ചോദ്യം ചെയ്തുകൊണ്ടോ മറ്റെന്തോ കാര്യത്തിന് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും നിയന്ത്രിക്കുന്നത് ബാഹ്യശക്തികളാണ് എന്നാണ്. ഇത് അങ്ങേക്ക് നന്നായിട്ട് അറിയാമല്ലോ. അദ്ദേഹത്തിൽ ചെലുത്തിയ പ്രേരണ മൂലം ആ അഫിഡവിറ്റ് പിൻവലിക്കുകയും എന്റെ സമ്മതമില്ലാതെയാണ് അത് ഉണ്ടായത് എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഉദാഹരണം, ഇവിടെ ഒന്നാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് ഒരു പോലീസ് ഏമാന്റെ മകൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോയ വണ്ടിയിലെ ഡ്രൈവർ കപിൽ ദേവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത്, അതോ ഗവാസ്കർ ആണോ എന്നറിയില്ല, ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ ചെകിടത്തടിച്ചു. ശ്യാം ഒരു കാര്യം മനസ്സിലാക്കണം, ആ പോലീസുകാരന് നീതി ലഭിച്ചിട്ടില്ല. അദ്ദേഹം ആ കേസ് ഒതുക്കി തീർത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം സത്യസന്ധനായിട്ട് പോലീസ് തുടരേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നീട് അങ്ങ് പറഞ്ഞത് എന്താണ്? 128 പോലീസുകാരെ പിരിച്ചുവിടാൻ നിർദാക്ഷിണ്യം പിരിച്ചുവിട്ടൊരു സർക്കാരാണ് കേരളത്തിലെ. അംഗീകരിക്കുന്നു. 252 ആളുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് 128 പോലീസുകാരെ പിരിച്ചുവിടത്തക്ക തോതിൽ അവർ ക്രിമിനലുകളായി എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സർക്കാരിന്റെ കാലത്തും ഇത്ര ക്രിമിനലുകളായ പോലീസുകാരെ പിരിച്ചുവിടേണ്ടി വന്നിട്ടില്ല. 252 പേർക്ക് നോട്ടീസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. 58,000 പോലീസുകാർ സേനയിലുള്ള സമയത്ത് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയ മറുപടി 1654 ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ സേനയിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് അത് 62,000 മാറിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഈ ആഭ്യന്തരമന്ത്രി അന്വേഷിക്കുന്നുണ്ടോ? ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ബാഹ്യശക്തികളുടെ നിയന്ത്രണത്തിലാണ്. പിന്നീട് ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരിക എങ്ങനെയാ? ഭരിക്കുന്ന സർക്കാരിന്റെ നിയന്ത്രണം ആ ഭരിക്കുന്ന സർക്കാർ ആരാണോ അവരുടെ പാർട്ടിക്ക് വേണം. ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ പിണറായി വിജയന്റെ നിയന്ത്രണത്തിലാണ് പാർട്ടി എന്നിരിക്കെ പാർട്ടിക്ക് ഈ തെറ്റിദ്ധരുത്താൻ സാധിക്കുന്നില്ല. MK ഹരിദാസ് ഇത് പറയുന്നത് എന്റെ അഭിപ്രായമല്ല, പാർട്ടി സഖാക്കളുമായി സംവദിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിണറായി വിജയനെ തിരുത്താൻ പറയാൻ പാർട്ടിക്കാകുന്നില്ല. കാരണം പാർട്ടിയെ കൊണ്ടു നടക്കുന്നത് പിണറായി വിജയനാണെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. ഇവിടെ രാംകുമാർ സാറും അതുമാതിരി തന്നെ ഉല്ലാസ് ബാബു ഒക്കെ പറഞ്ഞു, ഇവിടുത്തെ നമ്മുടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി. മാത്രമല്ല രാംകുമാർ സാർ ഒരു മടിയില്ലാതെ പറഞ്ഞു, ഇപ്പോഴത്തെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാന്റെ രാഷ്ട്രീയ ചായ്വിന് ഇന്ന് അദ്ദേഹം എന്താണ് ഒരു പ്രമുഖ പത്രത്തിന് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഉത്തരവിടാനേ കഴിയൂ, നടപ്പിലാക്കേണ്ടത് സർക്കാരാണ്. 594 പോലീസുകാർക്കെതിരെ നടപടി എടുക്കാൻ പറഞ്ഞ് ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വിൽ അദ്ദേഹം അത്ര ചെയ്തുവെങ്കിൽ എന്ത് നടപടി എന്ന് നമുക്കറിയില്ലെങ്കിലും ആ 594 പോലീസുകാരുടെ കാര്യം എന്തായി സാറ്? ശ്യാം ശ്രദ്ധിച്ചോ? ആ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ ആ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന മനുഷ്യൻ അവിടെ കാണിച്ചു കൂട്ടുന്നത് രാജകീയ ഭരണം നിലനിന്നിരുന്ന കാലത്ത് ഒരു രാജാവ് തന്റെ പ്രജകളോട് ഇത്തരത്തിൽ പെരുമാറുമോ? അദ്ദേഹം അങ്ങോട്ടോടി അടിക്കുന്നു, ഇങ്ങോട്ടോടി അടിക്കുന്നു. എന്തേ നമ്മുടെ പോലീസ് സേന ഇത്രയും തരം താഴാനുള്ള കാരണമുണ്ടായത്? ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു തിക്താനുഭവം നേരിട്ടൊരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. 2009 എന്റെ പാസ്പോർട്ട് കളഞ്ഞുപോയി എന്നുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പോയ എനിക്കും ചെകിടത്തടിക്കാൻ ഹരിദാസ് എന്ന പേരുള്ള ഒരു ASI തയ്യാറായിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ. 2009 അച്യുതാനന്ദന്റെ ഭരണകാലത്താണ്. തീർച്ചയായിട്ടും എല്ലാ കാലത്തും പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ട് എങ്കിലും ആ പുഴുക്കുത്ത്
90% വർദ്ധിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ 9 വർഷവും 3 മാസത്തിന്റെ ഉള്ളിലുമാണെന്ന് പറയുമ്പോൾ പോയിന്റ്. കാരണം ഇത് നമ്മൾ ഈ ഒരു ഇഡിയൻ പോലീസിന്റെ ഒക്കെ സ്വഭാവം നമ്മൾ ഒരുപാട് കേട്ടതാണ്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ ഏതാണ്ട് കഴിഞ്ഞ 9 വർഷത്തിലധികമായി ഇങ്ങനെ കാക്കിക്കുള്ളിലെ ക്രിമിനലുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ മനോഭാവമാണ് ഏറ്റവും വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നത്. ഉദയകുമാർ ഇരട്ടിക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പരിപാടി ചെയ്യാൻ വേണ്ടി ജനൻ ടി വി സംഘത്തോടൊപ്പം എനിക്കും പ്രഭാവതി അമ്മയെ കാണാൻ പോകാനുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് അമ്മ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതുകളിൽ ആ നിലവിളി കേൾക്കുന്നുണ്ട്. അമ്മേ 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 എന്ന് വിളിച്ചുള്ള ആ നിലവിളി ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം വലിയ ഭീകരതയാണെന്ന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ അല്ലെങ്കിൽ പറയാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളം ഭീകരമായിരുന്നു അത്. ഉദയകുമാറിന് നേരിട്ട പോലെ തന്നെ സമാനമായിട്ട് പലർക്കും കേരളത്തിൽ നേരിടേണ്ടി വന്നു. അതിലൊരാളാണ് എൻ്റെ കൂടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ഇരിക്കുന്നത് സനൂപ് മാസ്റ്റർ. പക്ഷേ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അതിനുശേഷം ഞാൻ മറ്റതിഥിയിലേക്ക് വരാം. ഇന്ന് ജനജീവിക്ക് ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചത് വളരെ നന്നായി. ഇത് പൊതുജനത്തിന് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മള് സ്റ്റേഷനിലെ ഒരു പരാതിയായിട്ട് ഒരു പൊതു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ചെല്ലുമ്പോൾ നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്ന പോലെ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ആ സാധാരണക്കാരനോട് ഉണ്ടാവും എന്ന ചിന്താഗതിയിലാണ് നമ്മൾ സ്റ്റേഷനൊക്കെ അപ്രോച്ച് ചെയ്യുക. നമുക്ക് വേറെ ആശ്രയിക്കാൻ വേറെ ഒരു സോഴ്സ് ഇല്ല. എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഓടിച്ചില്ല ഇത്തരത്തിലുള്ള സ്റ്റേഷനിലേക്കാണ്. അപ്പൊ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങള് ഇറ്റ് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ദ എൻറ്റയർ പോലീസ് കമ്മ്യൂണിറ്റി. മൊത്തത്തിലുള്ള ടോട്ടാലിറ്റിയെ അല്ല ഞാൻ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ടോട്ടാലിറ്റിയുടെ മൊത്തം പ്രവർത്തനത്തെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ ആ ഫോഴ്സിന്റെ ഉള്ളിലുള്ള കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രവർത്തകരുണ്ട്. അത് ഭരണഘടന സംവിധാനത്തിനും അപ്പുറത്ത് അല്ലെങ്കിൽ അതിന്റെ ഒത്താശയോടുകൂടി പ്രവർത്തിക്കുന്ന കുറച്ച് ഇടത് ജിഹാദി കൂട്ടുകെട്ടുകളാണ്, ഓരോ കോക്കസുകളാണ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലെ ഭരണം നടത്തുന്നത് എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ പറയുന്നത് നല്ലവരായിട്ടുള്ള പോലീസ് കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തിയിട്ട് അത്തരത്തിലെ സ്റ്റേഷനുകളെ കൈയടക്കി വെച്ചിട്ടുള്ള എമമാർക്കുള്ള കാര്യങ്ങളായിട്ട് കണക്കിലെടുക്കണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം 2014 ആ ഇൻസിഡന്റ് വളരെ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. കാരണം വളരെ കൾച്ചറലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് സ്കൂൾ കലോത്സവം നടക്കുകയാണ്. ഏകദേശം ജനുവരി മാസം 9-ാം തീയതിയാണ് 2014 ഇൻസിഡന്റ് നടക്കുന്നത്. കൾച്ചറലി ഓറിയന്റഡ് ആയിട്ടുള്ള സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അവിടെ സംസ്കൃത വിഭാഗത്തിലെ കുട്ടികൾക്ക് 12 മണിക്ക് നടത്തേണ്ട ഒരു പ്രോഗ്രാം വൈകുന്നേരം 6:30-7 മണി നേരമായിട്ടും അവിടെ നടത്തിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അത്രയും നേരം കുട്ടികള് ഭക്ഷണം പോലും ഉച്ച മുതൽ കഴിക്കാതെ നിന്ന ആ മത്സരാർത്ഥികളുടെ ആ അവസ്ഥ കണ്ടിട്ട് അന്ന് അവിടുത്തെ ABVPയുടെ പ്രവർത്തകരായിട്ടുള്ള അജിത്ത്, അതുപോലെ തന്നെ അനുമോദ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തകര് അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടായിരുന്നു. ആ പ്രതിഷേധം വളരെ രസകരം. അവര് വളരെ ക്രിയേറ്റീവായിട്ട് വായ മൂടിക്കെട്ടുന്ന സമരമാണ് അവിടെ നടത്തിയത്. എന്നാൽ ഈ സമരത്തിന് അവര് അനുമതി ഇല്ല എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹമാണ് നടത്തിയത്. അവരെ അറസ്റ്റ് ചെയ്തിട്ട് ഈ പ്രിവെന്റീവ് മെഷർ എന്നുള്ള രീതിയിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പൊ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ രീതിയാണത്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ അവിടുത്തെ പോലീസ് എംഎമാരെ ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞു 4 മണി കഴിഞ്ഞാൽ പ്രവർത്തകരെ നമ്മൾ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഇത് നടക്കുന്നത് ഏകദേശം ഒരു 12 മണി നേരത്താണ്. 12 മണി നേരത്തെ ഇത് ഇൻസിഡന്റ് നടന്ന ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നത് അതിന്റെ തലേ ദിവസം, അതിന്റെ പ്രതിഷേധമാണ് 9-ാം തീയതി നടത്തിയത്. അപ്പൊ 12 മണി നേരത്തെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ സാധാരണ രീതിയിൽ ഇങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ചെയ്യാറുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ആര് വന്നാലും അവരുടെ കൂടെയുള്ള പ്രവർത്തകർ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഗുരുവായൂരിലുള്ള ഒരു ഹരീഷിന്റെ കയ്യില് ഭക്ഷണം കൊടുത്തിട്ട് ഏകദേശം ഒരു 1:30 കൂടിയിട്ട് നമ്മൾ സ്റ്റേഷനിലേക്ക് വിടുകയാണ്. സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഹരീഷിനോട് വളരെ മോശമായിട്ട് പറഞ്ഞത് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ നിങ്ങളുടെ തറവാട്ട് സ്വത്താണോ, ഇവിടെ വന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവനെ വളരെ മോശമായിട്ട് ആക്ഷേപിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ അവനെ പറഞ്ഞു വിടുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് അന്ന് എനിക്ക് ABVPയുടെ സംസ്ഥാന ചുമതല ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ABVPയുടെ ജില്ലാ കൺവീനർ ആയിരുന്ന സജിത്ത് ഉണ്ട്, ആളിപ്പോ വക്കീലാണ്.
അതേപോലെ തന്നെ എബിപിയുടെ മുഴുവൻ സമയ പ്രവർത്തകരായിട്ടുള്ള ഷിജില് ഇന്ന് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ ഞങ്ങള് സജിത്തും ഞാനും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച സമയത്ത് അദ്ദേഹം വീണ്ടും പറയണത് 4 മണി വരെ ഞങ്ങള് പിടിച്ചു വെക്കും, അതിനുശേഷം അവരെ വിട്ടുകൊടുക്കുന്ന പറയാം. 4 മണി കഴിഞ്ഞ് 5 മണി കഴിഞ്ഞിട്ടും ഈ പ്രവർത്തകരെ വിടുന്ന കാണുന്നില്ല എന്ന് കണ്ടപ്പോ വീണ്ടും ഞങ്ങൾ വിളിക്കാണ്. ആദ്യം ഇതൊക്കെ ചെയ്യുന്നത് ഫോണിലൂടെയാണ് ബന്ധപ്പെടുന്നത്. ഫോണിലൂടെ ബന്ധപ്പെട്ട സമയത്ത് അവര് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയാണ് 5 മണിയൊക്കെ കഴിഞ്ഞ് 6 മണിയോട് കൂടിയിട്ട് ഞങ്ങള് സ്റ്റേഷനിലേക്ക് 3 പേര് ചെല്ലണം. ചെന്ന സമയത്ത് കാണുന്നത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടാകുന്ന ആ പയ്യന്മാര് ഞങ്ങളെ കണ്ട സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് കരഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ അവർ വന്നത്. ആ രീതിയിലാണ് അവരെ സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ചിട്ട് ആക്രമിച്ചിട്ടുള്ളത്. അത് കണ്ട വഴിക്ക് ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. എന്നെ ആ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പിടിച്ചു വലിക്കുന്നു, എന്റെ മുഖത്ത് പിടിച്ച് തള്ളുന്നു, എന്റെ പുറത്തടിക്കുന്നു, എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് തള്ളുക. അപ്പൊ എനിക്ക് ഇപ്പോ നേരത്തെ ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ എനിക്കൊരു ഇൻസിഡന്റ് സംഭവിച്ച് എന്റെ കാലില് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റീൽ ബോർഡ് ഉള്ള കാലാണ് ആ പോലീസ് സ്റ്റേഷന്റെ ആ ഡോറിന്റെ മുകളിൽ പോയിട്ട് തട്ടണത്. അപ്പൊ ഇത്രയും പരിക്ക് പറ്റിയിട്ടുള്ള എന്നോട് ഈ രീതിയിൽ പ്രതികരിക്കണം കണ്ട സമയത്താണ് അപ്പോഴത്തെ ജില്ലാ കൺവീനർ ആയിരുന്ന സജിത്ത് അതിലേക്ക് ഇൻവോൾവ് ആവുന്നത്. സജിത്ത് പറയണ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ മാരകമായിട്ട് ആക്രമിക്കരുത് എന്നുള്ള രീതിയിൽ സജിത്ത് പറയുന്ന സമയത്ത് സജിത്തിന്റെ നേരെ തിരികെയാണ് പിന്നീട് ഉണ്ടായത്. സജിത്തിനെ ഇവിടെ പിടിച്ച് ആ പരിസരത്ത് നിന്ന് പിടിച്ച് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് എന്നുള്ള രീതിയിൽ നമുക്കറിയാലോ, ഫ്രണ്ടിലുള്ള ഏരിയയിൽ നിന്ന് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കയ്യിലുള്ള ലാസ്റ്റ് കൊണ്ട് സജിത്തിന്റെ വയസ്സിലിട്ട കുത്തിയത്. അത് മാത്രമല്ല, അവിടെ ഗ്രില്ലിനോട് ചേർത്ത് വെച്ചിട്ടാണ് സജിത്തിന്റെ ഞങ്ങൾക്ക് അടിച്ചത്. ബൂട്ടിട്ട് ചവിട്ടി. അവിടെ കിടക്കുണ്ടായിരുന്ന സജിത്ത് അപ്പോഴും സജിത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. ഇവിടെയാണ് ആ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് പോലീസുകാരുടെ ഇടയിൽ അല്പം പോലും ഇല്ല. അത്തരത്തിലുള്ള പോലീസുകാരുടെ ഇടയിൽ അല്പം പോലും ഇല്ല എന്നുള്ളത് നമുക്ക് പ്രകടമാണ്. സജിത്ത് പറയാണ്, എന്റെ അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് എന്നെ അടിക്കരുത്, എന്നെ കുറെ നേരം വൈകി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ടെൻഷനാവും, അച്ഛന് വീണ്ടും സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് എന്നെ വിട്ടയക്കണം എന്നുള്ളത് കാല് പിടിച്ച് പറയണ പോലെയാണ് ആ സ്റ്റേഷനിൽ ഉണ്ടായത്. ഈ സമയത്താണ് അവിടത്തേക്ക് CI കയറി വരുന്നത്. CI കയറി വരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പോലീസ് സ്റ്റേഷനെ ആക്രമിക്കാൻ വന്നവരാണ് എന്നാണ് കൊടുക്കുന്ന ഇൻഫർമേഷൻ. അപ്പൊ ഇത് കേട്ടിട്ടാണ് അവിടെ CI ആയിട്ടുള്ള സുദർശൻ കയറി വന്ന് സജിത്തിനെ അവിടെ എത്തി ചവിട്ടുന്നത്. ഇതാണ് നമ്മളുടെ മുന്നിൽ കാണുന്ന രംഗം. ചവിട്ടി അവിടെ കിടക്കുണ്ടായിരുന്ന സജിത്തിന് വീണ്ടും ഓടുന്നത് കോളറിന് കുത്തിപ്പിടിച്ച് എണീറ്റിച്ച് സജിത്തിന്റെ നെഞ്ചത്തടിക്കുക. അത് സ്വർണ്ണമാല ഉണ്ടായിരുന്നു, അത് പൊട്ടി അതിന്റെ പകുതി എവിടേക്കൊക്കെയോ പോയി. അവിടെ അങ്ങനെ സജിത്തിനെ അടിക്കുന്നതിന്റെ ഇടയിൽ വേറെ ഒരു ടീം, ആ ടീമിലുള്ള വേറൊരു പോലീസുകാരൻ പറയാണ് ഇവരുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങളോട് ഈ രീതിയിൽ പെരുമാറുന്ന കണ്ടപ്പോഴാണ് ഷിജില് ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ എല്ലാവരെയും ആക്രമിക്കുകയാണ്, സീൻ വളരെ മോശമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഷിജിൽ പുറത്തിറങ്ങിയിട്ട് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, അവനെ നമുക്ക് കിട്ടണം. ഇത് കേട്ട വഴിക്ക് ആ വന്ന CI ഉടനെ പോലീസ് ജീപ്പ് എടുത്ത് നിങ്ങൾ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞിട്ട് 4-5 പേരെ കൂട്ടിയിട്ട് ജീപ്പില് ഗുരുവായൂർ അമ്പലത്തിന്റെ അങ്ങോട്ട് പോവുക. ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്ത് നിന്നാണ് ഷിജിലിനെ അവര് പിടിച്ചു കൊണ്ടുവരുന്നത്. ഷിജിലിനെ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം തന്നെ വണ്ടി കയറ്റിയ സമയത്ത് പറഞ്ഞ ഇൻഫർമേഷനാണിത്. ഷിജിലിന് വണ്ടിയിൽ വെച്ചിട്ട് അടിച്ചതിന് കണക്കില്ല. ഷിജിലിന്റെ പെനിസ് പിടിച്ചു വലിച്ചു എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല അവന്റെ തള്ളവിരലില് ഈ പറഞ്ഞ വണ്ടിയുടെ ഉള്ളില് വെച്ചിട്ട് ആ താഴത്തെ ഭാഗത്ത് അമർത്തിയിട്ട് ബൂട്ട് കൊണ്ട് ചവിട്ടി എന്ന് പറയുന്നു. ഇന്നും ഈ രണ്ടാൾക്കും ഇയർ ബാലൻസ് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള രീതിയിൽ അവര് ആയുർവേദ ട്രീറ്റ്മെന്റിന് വിധേയമായിക്കൊണ്ടിരിക്കുക. ഷിജിലിനെ അത്രയും മാരകമായിട്ട് ആക്രമിച്ചിട്ട് അവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്ത് വെച്ചിട്ട് ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട് നിർത്തിയ വഴിക്ക് ഇതിലൊരു വടി വീഴണ പോലെ ആ സ്റ്റേഷനിൽ അങ്ങോട്ട് കുഴഞ്ഞു വീഴുക. ഇതാണ് ഞങ്ങൾ കാണുന്ന സീൻ. അവിടെ വീണ് കിടക്കുന്ന സമയത്ത് പോലീസുകാർ പറയുന്നുണ്ട് എണീക്കടാ എന്ന് പറയുമ്പോ ഇവന് ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ ബോധമില്ലാത്ത രീതിയിലാണ് ഇതിലവിടെ കിടക്കുന്നുണ്ടായിരുന്നത്.
ഇതിങ്ങനെ പറയുമ്പോ ഞങ്ങളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയാണല്ലോ നമ്മളെല്ലാ കാര്യങ്ങളിലും എടുത്ത് പറയുക. അപ്പൊ അതേപോലെയുള്ള ഒരു അനുഭവം കണ്ണിന്റെ മുന്നിൽ കണ്ട സത്യം. ഇത് ഒരു അവസ്ഥ നമുക്ക് അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ ഉണ്ടായി. ഒരു സാഹചര്യം. ഇതിനപ്പുറത്തേക്ക് എന്താണ് പറയേണ്ടത്? തീർച്ചയായിട്ടും അതിനെ എടുത്ത് പറയാൻ പറ്റുന്നു. അത് അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റും. കാരണം അവിടെ കിടന്ന ആ ഷിബിനെ പിന്നീട് ചെയ്ത കാര്യം അന്നത് അടിയന്തരാവസ്ഥയിൽ അത് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം അപ്പുറത്ത് കൂടെ നടന്നു പോകുന്നുണ്ടാവുന്ന ഒരു പോലീസുകാരെ കാർപ്പിച്ച് തുപ്പ ചെയ്ത് ഇത് നമ്മൾ കാണുന്ന കാര്യമാണ്. എന്നിട്ട് ഇവനോട് എണീക്കാൻ പറയുന്ന സമയത്ത് ഇവനെ അനക്കല്ല എന്ന് കാണുമ്പോൾ അവിടെ ഇരിക്കണ്ടായിരുന്ന ഏതൊരു വെള്ളം എടുത്തിട്ട് ഒഴിക്കുക ചെയ്യുന്നത്. എന്നിട്ടാണ് അത്രയും സീരിയസ് ആണ് അവന്റെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ അവിടുന്ന് പൊക്കിയെടുത്തിട്ട് അവിടുത്തെ ആയുർവേദ ഹോസ്പിറ്റൽ ദേവസ്വം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദേവസ്വം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടുത്തെ അധികൃതർ പറഞ്ഞത് ഉടനെ തന്നെ ഇവനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. പക്ഷെ അതിന് പോലീസ് തയ്യാറായില്ല. പോലീസ് ചെയ്തത് അവിടുന്ന് നേരെ ചാവക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് ജയദേവൻ എന്നുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടറെ നിർബന്ധിച്ച് നോ സീരിയസ് ഇഞ്ചുറി എന്നുള്ള രീതിയിൽ എഴുതി വാങ്ങി. എന്നിട്ടാണ് രാത്രിയോട് കൂടിയിട്ട് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നത്. രാത്രി 12:30. നിങ്ങൾ അതിന്റെ തീവ്രത മനസ്സിലാക്കണം. രാത്രി 12:30 മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ജഡ്ജിന്റെ മുന്നിൽ ഹാജരാക്കി നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്നുള്ളതാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഞങ്ങൾ റിമാൻഡ് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം തന്നെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കാണിച്ച് ബൂം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ ഒരു ദിവസം സെല്ലിൽ കിടക്കേണ്ടി വന്നു. വെരി നെക്സ്റ്റ് ഡേ നിരുപാധികമായിട്ടുള്ള ജാമ്യം ഞങ്ങളുടെ മജിസ്ട്രേറ്റ് തന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ജാമ്യം കിട്ടിയതിനു ശേഷം പിന്നെയും ഞങ്ങൾ ഹോസ്പിറ്റലിലെ കുന്നംകുളത്തുള്ള റോയൽ ഹോസ്പിറ്റലിലെ ദിവസങ്ങളോളം ട്രീറ്റ്മെന്റ് കിടന്നിട്ടാണ്. അത് വേറെ കാര്യം. ഇതിന് തീർച്ചയായും ഉല്ലാസ് ഇതൊന്ന് കേട്ടു നോക്കൂ. സനൂപ് മാസ്റ്റർ പറഞ്ഞ ആ ഒരു സാഹചര്യം, സദാനന്ദ മാഷ് നേരിട്ട ഒരു വലിയ ക്രൂരത നമ്മളൊക്കെ അറിവുള്ളതാണ്. ആ സദാനന്ദ മാഷുടെ പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരാധനയോടുകൂടി കൊട്ടും കുരവിയും ഒക്കെ ആയിട്ടാണ് യാത്രയാക്കിയത്. അപ്പോൾ സമീപനം ഇതാണ്. പോലീസിലായാലും പുറത്തായാലും ക്രിമിനലുകളോടുള്ള അനുഭാവം ഇതാണ്. ഇത് തന്നെയാണ് സമാനമായൊരു അറ്റാക്ക് നേരിട്ട ആൾ കൂടിയാണ് സനൂപ് മാസ്റ്റർ. ശ്രീ ഉല്ലാസ്. അല്ല, സനൂപിന് നേരിട്ട എല്ലാ വിഷയങ്ങളും എനിക്ക് വളരെ നേരിട്ട അനുഭവമുള്ളതാണ്. അത് പരിപൂർണമായിട്ടും ഇവിടുത്തെ പോലീസ് ചെയ്തിട്ടുള്ള നീതികേടും ഇവിടുത്തെ സർക്കാരുകൾ ആ പോലീസിനെ കൊണ്ട് കാണിച്ചിട്ടുള്ള അഭ്യാസങ്ങളുമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സദാനന്ദ മാസ്റ്റർ വിഷയത്തിലായിക്കോട്ടെ, KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ വിഷയത്തിലായിക്കോട്ടെ, കണ്ണൂരിൽ നടന്നിട്ടുള്ള നിരവധി വിഷയങ്ങളായിക്കോട്ടെ, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അധികാരം വരുന്ന സമയത്ത് അവരുടെ കീഴിലുള്ള പോലീസ് മാന്മാർ കാണിക്കുന്ന ഒരു ചെറിയ വിഷയങ്ങളൊന്നുമല്ല ഇത്. അതിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് 2 മണിക്കൂർ ചർച്ച ചെയ്താലും തീർക്കാൻ സാധിക്കില്ല. ഇന്നൊരു വ്യത്യാസമുള്ളത്, അവരുടെ ഒരു വിഭാഗം ഗുണ്ടകൾക്ക് അവരുടെ ഏരിയ സെക്രട്ടറിമാരെ പോലും തിരിച്ചറിയുന്നില്ല, അവർക്കും കിട്ടുന്നു പണി എന്നുള്ളതാണ്. അവരിപ്പോൾ അത് മാധ്യമങ്ങളോട് പറഞ്ഞാൽ അതും പാർട്ടിക്കാർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതെടുത്ത് ഒരു ചെറിയ മാറ്റം അവർക്കുണ്ടായിട്ടുണ്ട്. ഉള്ളിൽ നിന്നും അവർക്ക് പണി കിട്ടുന്നുണ്ടെന്നർത്ഥം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിമിനലുകളെ തെരഞ്ഞു പിടിച്ച് പോലീസ് ഓഫീസർമാരാക്കിക്കൊണ്ട് ക്രിമിനൽ പ്രവർത്തനം അവർ നടത്തുമ്പോൾ അവർക്ക് കുടപിടിക്കുന്ന പ്രവൃത്തിയിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശൈലിയും അവരുടെ ആഭ്യന്തര വകുപ്പും അവരുടെ മുഖ്യമന്ത്രിയും അവരുടെ ക്യാബിനറ്റും മാറുമ്പോൾ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇതുപോലെ ദയനീയമായ സ്ഥിതിയിലേക്ക് പകച്ചു നിൽക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്. ഒരു വിഷയമായി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവരെങ്ങനെ പെരുമാറുമെന്നറിയില്ല, ഇവർ ആർക്കെതിരെ കള്ളക്കേസ് ഇടുന്നറിയില്ല, ഇവരാരെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലുമെന്നറിയില്ല. ഇവരുടെ ഇടി, ഇവരുടെ ബഹളം, ഇവരുടെ ഭീഷണിപ്പെടുത്തൽ, ഇവർ ഗുണ്ടകൾക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു, കണ്ണിക്കണ്ട ക്രിമിനലുകളുടെ വാക്കുകൾക്കനുസരിച്ച് പൊതുസമൂഹത്തെ നിയന്ത്രിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ കാക്കിയിട്ടവന്മാർ നാളെ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സമൂഹത്തിൽ അനുഭവിക്കുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ദോഷം വരുന്ന മറ്റേത് വിഷയങ്ങളാണ് എങ്കിലും ഇവർ പാഞ്ഞെത്തി പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന പൊതുസമൂഹത്തിന് എന്ത് നീതിയാണ് പിണറായി സർക്കാർ കൊടുക്കുന്നത്? ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണല്ലോ, ആ ഭരിക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ് ഭരിക്കപ്പെടുന്നവന്റെ ജീവനും സ്വത്തിനും
സംരക്ഷണം കൊടുക്കണം. അവൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, അവൻ്റെ പ്രായോഗികമായ എല്ലാ രീതികളിലും അവനൊരു പ്രയാസം കൂടാതെ അവന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാർ പരിപൂർണമായി അവിടെ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, പരാജയപ്പെടുന്നതിനെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പരാജയപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്ന ഫോഴ്സിനെ ബഹുമാനിച്ചുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യുമ്പോഴും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർക്ക് പ്രൊമോഷനോട് കൂടി ട്രാൻസ്ഫർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, അവരുടെ പാർട്ടിക്കാർ അവരെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ക്രിമിനലുകളുടെ ഭയപ്പെട്ട് നാളെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു നീതിക്ക് വേണ്ടി പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കോടതി നിരവധി വിഷയങ്ങളിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്, വിഷയങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. എന്നിട്ടും പിണറായി സർക്കാരിന് എന്തുകൊണ്ട് ഇതിനെ മാറ്റാൻ സാധിക്കുന്നില്ല? എന്താണ്? മുഖം നോക്കാതെ നടപടിയെടുക്കും. പിണറായി വിജയൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ആസ് എ ഹോം മിനിസ്റ്റർ ഓഫ് കേരള അദ്ദേഹത്തിന് പരിപൂർണ്ണ ഉത്തരവാദിത്തമില്ലേ? ഒരു പത്രം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മൻ അച്ഛയെ കൊല്ലുന്നു, പെങ്ങൾ ആങ്ങളെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു, അച്ഛൻ അമ്മായിമ്മയെ കൊല്ലുന്നു, അമ്മായിമ്മ അമ്മായിച്ചനെ കൊല്ലുന്നു, ഒരുത്തൻ കള്ളു കുടിച്ച് കഞ്ചാവും വലിച്ച് 6 ആളുകളെ വെട്ടിക്കൊല്ലുന്നു, വേറൊരുത്തൻ ഒരു വീട്ടിൽ കയറി 2 ആളെ വെട്ടിക്കൊല്ലുന്നു പാലക്കാട്. ആ പാലക്കാട് വെട്ടിക്കൊന്നവന് പഴംപൊരി ചായയും ബിരിയാണിയും മേടിച്ചു കൊടുക്കുന്നു. ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ കേരളത്തിൽ നടമാടുന്നു എന്ന് പറഞ്ഞാൽ എന്തവസ്ഥയാണുള്ളത്? അടിയന്തരാവസ്ഥയെപ്പോലും ഭയപ്പെടുത്തുന്ന, അതിനേക്കാൾ ഭീകരമായ രീതിയിൽ പോലീസ് നായാട്ട് നടക്കുകയാണ്. ഈ തൃശ്ശൂരിനകത്ത് കഴിഞ്ഞൊരു സമരവുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് BJP-യുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബിൻ്റെ നെറുകിലേക്ക്, തലയിലേക്ക് ഒരു പ്രകോപനമില്ലാതെ ഒരു പോലീസ് പ്ലാൻ ചെയ്തുകൊണ്ട് മാസ്ക് ഇട്ട് ഹെൽമെറ്റ് വെച്ച് ലത്തി കൊണ്ട് തലയിൽ അടിക്കുകയാണ്. ആ ലത്തി ഒടിഞ്ഞു പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഇന്റൻഷൻ എന്തായിരുന്നു പോലീസിൻ്റെ? ഇവരുടെ അസോസിയേഷൻ ഉണ്ട്, കംപ്ലീറ്റ് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അസോസിയേഷൻ. ഏതെങ്കിലും ഒരു തരത്തിൽ ജനങ്ങൾക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പരാതി പോലീസിനെതിരെ കൊടുത്താൽ 2 ഇൻക്രിമെൻ്റ് കട്ട് ചെയ്ത് പോകുന്ന കാര്യത്തിലേക്ക് പോലും എത്തണമെങ്കിൽ കാര്യം എത്ര പോകണം? അതിന് കൃത്യമായിട്ടുള്ള ജില്ലാ പോലീസ് ഓഫീസർ അന്വേഷിച്ചാൽ മതി എന്ന തീരുമാനം ഇവരല്ലേ എടുത്തത്? അപ്പോൾ എവിടെയാണ് ജനം പരാതി പറയേണ്ടത്? ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥലത്ത് ജനം എവിടെ പരാതി പറയുന്നു? പിണറായി വിജയനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ കഴിവ് കുറവ്, പ്രാപ്തി കുറവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കാണാനുള്ള ശേഷിക്കുറവ് എന്താണെന്ന് അറിയുന്നില്ല. പരാജിതനായതുകൊണ്ടാണെന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ഇവരെ എന്തുകൊണ്ട് അദ്ദേഹം പേടിക്കുന്നു എന്നറിയുന്നില്ല. ഇദ്ദേഹത്തിന് ഈ പോലീസ് വിഭാഗത്തെ DGP എന്ന് പറയപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ കേരളത്തെ, എൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെ കൃത്യമായി കൊണ്ടു നടക്കാൻ പ്രാപ്തിയും കഴിവും നിങ്ങൾക്കില്ലെങ്കിൽ മാറി വേറെ ആൾക്ക് അത് കൊടുക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തമില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന മാതിരി പോകണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം പിണറായി വിജയനില്ലേ? എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് അത് സാധിക്കാത്തത്? ആഭ്യന്തരമന്ത്രിയുടെ പരിപൂർണമായിട്ട് ഉത്തരവാദിത്തത്തിൽ ആ വിഭാഗം മൊത്തം നിൽക്കാത്തത് അവിടെയാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ സർക്കാർ ഇടപെടലുകൾ കൃത്യമായി നടപ്പിലാക്കാതെ വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥ അവർക്ക് തോന്നുന്ന പോലെ അഴിഞ്ഞാടുമ്പോൾ ജനങ്ങളുടെ നെഞ്ചത്തേക്കാണ് ഇവർ ചവിട്ടുന്നത്. ഇവരുടെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടുമ്പോൾ ഒരുപാട് അമ്മമാരുടെ കണ്ണീരാണ് വീഴുന്നത്, ഒരുപാട് മക്കളാണ് അനാഥത്വത്തിലേക്ക് പോകുന്നത്, ഒരുപാട് സഹോദരന്മാരാണ് മറ്റു സഹോദരന്മാരെ നഷ്ടപ്പെടുന്നത്, ഒരുപാട് സഹോദരിമാർക്കാണ് സഹോദരന്മാരെ നഷ്ടപ്പെടുന്നത്, ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അതാത് കുടുംബത്തുണ്ടാകുന്ന സമയത്ത് ഈ നഷ്ടപ്പെടുത്തുന്നവനെ ഒരു പ്രയാസം അനുഭവിക്കുന്നില്ല. അവൻ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇടതുപക്ഷത്തിന്റെ അസോസിയേഷൻ മെമ്പറായി കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കാൻ പോലീസ് വിഭാഗത്തിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുണ്ട്. പച്ച വെളിച്ചം പോലെയുള്ള മുസ്ലിം ഇസ്ലാമിസ്റ്റുകളുടെ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു വിഭാഗവുമായി ഡയറക്റ്റ് കണക്ട് ഉള്ള പച്ച വെളിച്ചം പോലെയുള്ള മറ്റൊരു സംവിധാനം ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഭീകരവാദം ഇപ്പുറത്തുകൂടെ നടക്കുന്നുണ്ട്, ഇപ്പുറത്തുകൂടെ വേറെ രീതികൾ നടക്കുന്നുണ്ട്. എൻകൗണ്ടേഴ്സ് പലതും പല രീതികളിൽ നടത്തിയിട്ടുണ്ട്. അത് പല തരത്തിൽ ഈ കേരളത്തിൽ നടന്നിട്ടും അതൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ ഇന്നും ആഭ്യന്തര വകുപ്പ് കണ്ണടച്ചുകൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇതൊന്നും കേട്ടിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല, സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല എന്ന് അവർ നടിക്കുന്നിടത്താണ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. കേരളത്തിനകത്ത് വോട്ട് ചെയ്തപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾ പ്രയാസവും പ്രതിസന്ധിയും അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് നീതി ലഭിക്കാൻ കിട്ടേണ്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് നീതികേടാണ് ലഭിക്കുന്നതെങ്കിൽ പറയാം, പലവർക്കും നീതിയും നീതികേടും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലാണെന്ന് പറയാം. അല്ലെന്നേ, നെഞ്ചത്ത് കയറി ചവിട്ടുമ്പോൾ, അവനെ കമത്തി കെടുത്തി അവനെ ഉപദ്രവിക്കുമ്പോൾ, അവനെ തിരിഞ്ഞു നിർത്തി ഇടിക്കുമ്പോൾ അവന്റെ നെഞ്ചിലേക്ക് ഇവർ ആഞ്ഞു പറക്കുന്ന സമയത്ത് അനുഭവിക്കുന്നതിന്റെ വേദന ഇവർക്കറിയോ? ആ വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് നാഴികക്ക് 40 വട്ടം മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കുന്ന വ്യക്തിയല്ലേ പിണറായി വിജയൻ? അങ്ങ് അനുഭവിച്ച വേദനയോട് അങ്ങക്ക് വിഷമമുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നീതികേടായിരുന്നു എന്ന് അങ്ങയുടെ പ്രസംഗത്തിൽ പറയുന്ന കാര്യം ശരിയായിരുന്നുവെങ്കിൽ ഇന്നത്തെ പൊതുസമൂഹത്തിൽ അനുഭവിക്കുന്ന മരിച്ചുപോയ 17 പേരുടെ കാണിച്ച നീതികേടിനോട്, ആ കാണിച്ചവന്മാരോട് നിങ്ങൾ എന്ത് നടപടിയെടുത്തു?
ഈ കേരള സമൂഹത്തിനോട് നിങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? ഈ കേരള സമൂഹത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും അതല്ലേ? എന്തിനാണ് നിരവധി അമ്മമാർ കോടതിയിൽ കയറി ഇറങ്ങുന്നത്? എന്നിട്ട് അവിടെ കൊല ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് ആരാണോ അതിന് ഉത്തരവാദികൾ അവർ ഇന്ന് സുഖമായി നടക്കുന്നു, അവർ ജോലിയിൽ സുഖമായി പോകുന്നു. എന്തടിസ്ഥാനത്തിൽ? എൻ്റെ മകനെ കൊന്നത് വേറെ ആരാണ്? അത് പറയാൻ, അത് അറിയാനുള്ള ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട്, അത് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട്, അതറിയാനുള്ള അവകാശം എനിക്കുമുണ്ട് എന്ന് ഈ കേരളത്തിൽ ഒരു അമ്മ കരഞ്ഞു പറയുമ്പോൾ, 82 വയസ്സായ അമ്മ കരഞ്ഞു പറയുന്ന സമയത്ത് പിണറായി ആരെ നോക്കി ഇതിന് മറുപടി പറയും? ആ കേരളത്തോടാണോ പിണറായി പറയുന്നത്? ലോകം കേരളത്തെ നോക്കുന്നുവെന്ന്. തല്ലിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും ബോംബെറിഞ്ഞു കൊല്ലാനും നടന്നു പോകുന്ന സമയത്ത് ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാനും വീറുന്ന ഈ കേരളത്തിനകത്ത് ഏത് ലോകം ഇങ്ങോട്ട് നോക്കുന്നതാണ് പിണറായി വിജയൻ പറയുന്നത്? ഏത് ക്രിമിനലുകളെ വാഴ്ത്തപ്പെടുന്ന ഈ നാടിനകത്ത് ഏത് ലോകം നോക്കി കേരളത്തെ വാഴ്ത്തിപ്പാടുന്നു എന്നാണ് ഈ കേരളത്തിലെ സർക്കാർ പറയുന്നത്? അവിടെയാണ് ശ്രീ ശ്യാം ബാബു നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ താല്പര്യത്തിന് മാത്രം നിലകൊണ്ടുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനകത്ത് മനസമാധാനം എന്ന് പറയപ്പെടുന്നത് വേണ്ട എന്നും സമാധാനാന്തരീക്ഷത്തിലൂടെ ആരും ജീവിക്കണ്ട എന്നുള്ള രാഷ്ട്രീയ ലൈനോടുകൂടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. ആ സർക്കാർ പ്രവർത്തിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ 10 കൊല്ലമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, യാതനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളെല്ലാം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് അട്ടിയിട്ട് കേരളത്തിലെ വോട്ടർമാർ കൊടുക്കും. കാരണം അവർ 10 കൊല്ലം മനസ്സിൽ ഒതുക്കി വെച്ച് അനുഭവിച്ച യാതനകളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുക വിരൽ തുമ്പിലൂടെ വോട്ട് ചെയ്യുമ്പോഴാണ്. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ അതിൻ്റെ കയ്പുനീര് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനോട് പോലീസ് ഈ സംവിധാനം കാണിച്ചാലും അത് അംഗീകരിക്കാൻ അത് ഒരു തരത്തിലും. മാത്രമല്ല ശ്രീ ഉല്ലാസ് ബാബു, വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മുഖ്യമന്ത്രി എത്രയോ തവണ ആ മേഖലയിലൂടെ കടന്നുപോയി കാണും. ഒരുപക്ഷെ ശ്രീജിത്തിന്റെ ആ യുവാവിന്റെ വീടിന്റെ മുറ്റത്തുകൂടി എത്രയോ തവണ 35 വണ്ടികളുടെ അകമ്പടിയോടുകൂടി ചീറിപ്പാഞ്ഞിട്ടുണ്ടാവാം. ഒരു നിമിഷം ഒരു സാന്ത്വനമായി ഒന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നോ അന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ രാംകുമാർ സർ, ശ്രീ ഉല്ലാസ് പറഞ്ഞ് അവസാനിപ്പിച്ച ആ വാക്കിൽ നിന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. സാധാരണക്കാർ എവിടെ പോകും? ചങ്ങലയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആനയ്ക്ക് മതമിളകിയ ചങ്ങലയ്ക്കിട, ഈ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്തായാൽ എന്ത് ചെയ്യും? അതാണ് കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി എന്താണ് സാഹചര്യമെന്ന് നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം സംസാരിച്ചു കഴിഞ്ഞു. എവിടെ പോകും? സാധാരണക്കാരന് എവിടെ നിന്ന് നീതി കിട്ടും? നടപടികളൊക്കെ ഇപ്പോൾ കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മളാരും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ കേരള സമൂഹത്തിന് എന്ത് പറ്റി? പ്രതികരണശേഷി മുഴുവൻ നഷ്ടപ്പെട്ടു പോയോ? ഏതാനും മാധ്യമപ്രവർത്തകരൊഴിച്ച് മറ്റാരും ഈ വിഷയത്തെക്കുറിച്ച് സക്രിയരായിട്ടോ ശക്തമായിട്ടോ പ്രതികരിക്കുന്നത് പോലുമില്ല. ഇവിടെ സാമൂഹ്യ പ്രവർത്തകരില്ലേ, മനുഷ്യാവകാശ പ്രവർത്തകരില്ലേ, രാഷ്ട്രീയ പ്രവർത്തകരില്ലേ, സാഹിത്യകാരന്മാരില്ലേ, പിന്നെ സാംസ്കാരികക്കാരെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് അവരോട് അങ്ങേയറ്റത്തെ അവജ്ഞയും വെറുപ്പുമാണ്. അവരെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അവമാനമാണ്. ഇവരിൽ നിന്നൊക്കെ നേതൃത്വവും പ്രതികരണവും പ്രതീക്ഷിക്കുന്ന നമ്മുടെ സാധാരണക്കാർ ഇനി എവിടെ പോകും? ഇതുപോലെ നഗ്നമായൊരു മനുഷ്യാവകാശ ലംഘനം കേരളവും ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന എല്ലാ പ്രദേശത്തും കണ്ടിട്ട് പോലും ശക്തമായി പ്രതികരിക്കാത്തൊരു വിഭാഗം കേരളത്തിലുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഇവരെയാണോ പ്രബുദ്ധ കേരളം എന്ന് വിശേഷിപ്പിക്കുന്നത്? നിസ്സാര കാര്യങ്ങൾക്ക് നാക്കിട്ടടിച്ച് ചെലച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിട്ട് കണ്ടില്ല എന്നടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ കാശും മേടിച്ച് മനുഷ്യാവകാശ ലംഘനത്തിന് നടപടിയെടുക്കാൻ ഉത്തരവാദിത്ത ആളുകളുടെ മുഖം തിരിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ലജ്ജിച്ച് തല താത്തേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിന്ന് കേരളത്തിൽ. ഇതിൽ പാവപ്പെട്ട സാധാരണക്കാരനെ എവിടെ പോയി പരാതി പറയും? രാഷ്ട്രീയ കക്ഷികളുടെ കാപട്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചിരിക്കുന്നു. അവരുടെ മുഖം മൂടി അഴിഞ്ഞു പോണു. ലോക്കപ്പ് മർദ്ദനത്തിനെതിരായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ ലോക്കപ്പ് മർദ്ദനം ഇന്ന് അവരുടെ പ്രവർത്തന ശൈലിയാക്കി മാറ്റിയിരിക്കുകയാണ്. പോലീസുകാരെ കൂലിത്തല്ലുകാരാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് പോട്ടെ, പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇല്ലാതെ സാമൂഹ്യ പ്രവർത്തകരാണെന്ന് ഞെളിഞ്ഞ്
പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ഗീർവാണം ഇട്ടുകൊണ്ട് നടക്കുന്നൊരു വിഭാഗമുണ്ടോ? അവരുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയോ? അവരല്ലേ പ്രതികരിക്കേണ്ടത്, അവരല്ലേ നേതൃത്വം കൊടുക്കേണ്ടത്. കഷ്ടപ്പെടുന്ന സാധാരണക്കാരന് അല്പം ഒരു ആശ്വാസവാക്ക് അവൻ പ്രതീക്ഷിക്കുന്ന ആ വിഭാഗത്തിൽ നിന്നല്ലേ അവരെന്താ മിണ്ടാതിരിക്കുന്നത്? ഇതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം മനസ്സ് മതിക്കുന്ന ദുഃഖകരമായൊരു കാഴ്ച. നമ്മുടെ സമൂഹത്തിന് പറ്റിയ വിലയിടുപാട്. എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും പ്രതികരിക്കുന്ന കേരളീയനും കേരളത്തിൻ്റെ മനസ്സാക്ഷിയും അവിടെ പ്രബുദ്ധരാണ് നെഞ്ഞൊളിഞ്ഞ് നടക്കുന്ന വർഗവും ഇത്രയും നീചമായ പ്രവൃത്തികൾ നേരിൽ കണ്ടിട്ട് ഒന്ന് പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ മുന്നോട്ട് വന്നില്ല. വാസ്തവത്തിൽ ലജ്ജിച്ച് തല താത്തണം. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. ഏതാനും സക്രിയരായ മാധ്യമ പ്രവർത്തകരില്ലായിരുന്നെങ്കിൽ കേരളം ഒരുപക്ഷെ ഈ വിവരം അറിയുമായിരുന്നില്ല. അവരെ എത്ര പ്രകീർത്തിച്ചാലും അധികമല്ല. അവർ റേറ്റിംഗ് കൂട്ടാനോ സെൻസേഷനാണെന്നൊക്കെ വിമർശിച്ചാലും ഇത് ഇത്രയും വലിയൊരു സാമൂഹ്യ സേവനം അടുത്ത കാലത്തൊന്നും നമ്മുടെ മാധ്യമ പ്രവർത്തകർ നടത്തിയിട്ടില്ല. എല്ലാ മാധ്യമങ്ങളും, 1-2 മാധ്യമങ്ങൾക്ക് അവരുടേതായ അജണ്ട ഉണ്ടാകും. അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് പോട്ടെ, അവരെ നമുക്ക് അവഗണിക്കാം. അങ്ങനെ ഇത്രയും പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന പ്രബുദ്ധ കേരള സമൂഹം എന്ന് ഇനിമേലല്ല എങ്ങനെ പറയും? ഈ പാവപ്പെട്ട സാധാരണക്കാരൻ ആരോട് പോയി പരാതി പറയും? കോടതിയിൽ പോകാൻ നിവൃത്തിയില്ല, മനുഷ്യാവകാശ സംഘടനകളുടെ അടുത്ത് പോകാൻ നിവൃത്തിയില്ല, മനുഷ്യാവകാശ പ്രവർത്തനത്തിന് നടപടിയെടുക്കുന്ന ആളുകളുടെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി നിഷ്ക്രിയമായിരിക്കുന്നു. പിന്നെ ഈ പാവപ്പെട്ടവനെ അവിടെ പോവും? അവൻ്റെ കഷ്ടപ്പാടുകൾ ആരോട് പറയും? സാമൂഹ്യ പ്രവർത്തകരും രംഗത്ത് വരുന്നില്ല. ഇത് വല്ലാത്തൊരു ദുഃഖകരമായ സ്ഥിതിവിശേഷമാണ്. വാസ്തവത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതും കൂടി ചർച്ച ചെയ്യണമെന്നൊരു വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട്. അതായത് പ്രതികരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വിഭാഗം വൈമുഖ്യത്തോടു കൂടി സൂചനാർഹമായ നിശബ്ദത അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റത്തെ ദുഃഖകരം. അത് തുറന്ന് കാണിക്കേണ്ട ചുമതല നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അശോകൻ ചെരുവിൽ ഒന്ന് കാണാനേ ഇല്ല. 2 വരി കവിത എഴുതുന്ന ഒരു മഹാകവിയുണ്ട്, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന. അദ്ദേഹത്തിന് 2 കവിത പോലും വന്നിട്ടില്ല. അപ്പം അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. സെലക്റ്റീവായിട്ടുള്ള ഈ പ്രതികരണങ്ങൾ മാത്രം പോരാ, ശക്തമായ പ്രതികരണം ഉണ്ടായേ മതിയാവും. കാരണം ഇത് സാധാരണക്കാരൻ്റെ വിഷയം തന്നെയാണ്. ശ്രീ ജലീൽ, അങ്ങയ്ക്ക് കേൾക്കാമെങ്കിൽ ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. കാരണം സാങ്കേതിക പ്രശ്നം കൊണ്ട് മാത്രമാണ് അങ്ങയുടെ വാദമുഖങ്ങൾ ഈ ചർച്ചയിൽ ഇടം പിടിക്കാതെ പോയത്. അതിന് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. ശ്രീ ജലീൽ, ഇപ്പോഴും ചോദ്യം ഇതാണ്: 1, മുഖ്യമന്ത്രിയുടെ മൗനം; 2, ഈ പറയുന്ന ഇടിയൻ പോലീസുകാർക്കെതിരെ എന്തുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല? ഇപ്പോഴും ഫേസ്ബുക്കിൽ സജീവമാണ് പല ഇടിയൻ പോലീസുകാരും. ശ്രീ ജലീൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇടിയന്മാർ ആരെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചത്ത എലിയെ പോലെ വലിച്ചെറിയും, ഒരു സംശയവും വേണ്ട. ആ വിഷയത്തിൽ അതാണ് പറയാനുള്ളത്. പക്ഷേ ഇവിടെ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. സമയം തരണം. ഒന്ന്, BJPയുടെ പ്രതിനിധി വളരെ വാചാലമായിട്ടാണ് സംസാരിച്ച ഒരു കവലപ്രസംഗത്തിന്റെ മോഡലിൽ. അദ്ദേഹം പറയുന്നു CPM ജിഹാദി സംഘമാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നതെന്ന്. നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തെ ഞങ്ങൾക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ പൂമാലയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും തുറന്നു നോക്കിയാൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ബഹാവുദ്ദീൻ നദിവിയെ പോലെയുള്ള ഒരു നാസർ കൂടത്തായിയെ പോലെയുള്ളവർ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്: കേരളത്തിലെ ആഭ്യന്തര മന്ത്രി വത്സൻ തില്ലങ്കേരിയാണെന്ന്. അപ്പോൾ ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന മത തീവ്രവാദികൾ, അത് ഈ 2 വിഭാഗം മതങ്ങളുടെയും പേരിൽ സംഘടിച്ചിട്ടുള്ള മതവർഗീയ ശക്തികൾ ഒരേപോലെ ആക്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അതുതന്നെയാണ് ശ്രീ പിണറായി വിജയന്റെ ക്രെഡിബിലിറ്റി എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ലേ? മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞു BJPയുടെ നേതാവ് എത്ര പച്ചക്കളവാണ്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള പോലീസ് മർദ്ദനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി കൊണ്ടുവന്ന് അത് മുഴുവൻ ഒരു സർക്കാരിന്റെ മേൽ ആരോപിക്കുന്നത് എത്ര നിന്ദ്യാർഹമായ ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എൻകൗണ്ടർ. തീർച്ചയായും ഞാൻ പിന്നെ അദ്ദേഹത്തിന് ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ക്ഷമയോട് കൂടി കേട്ടിരിക്കുകയാണ് ശ്രീ വിലാസ്. അങ്ങനെയൊക്കെ വരും. എവിടെയാ എൻകൗണ്ടർ നടന്നത്?
എന്നിട്ട് ഉദയകുമാറിന്റെ പേരിൽ വാചാലനാകുന്നല്ലോ. ഈ ഉദയകുമാർ എന്ന് പറയുന്ന ഹതഭാഗ്യനായ ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നത് UDF ഭരണകാലത്താ. അതിനെതിരായിട്ട് ദീർഘകാലം ദശാബ്ദങ്ങൾ നടന്ന നിയമ പോരാട്ടം നടത്തിയ ആ അമ്മയ്ക്ക് താങ്ങായി നിന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് VS. ആ VSന്റെ പാർട്ടിയാണ് CPM. ആ CPM അദ്ദേഹം മാത്രമല്ല ശ്രീ ജലീൽ, PK രാജു എന്ന തിരുവനന്തപുരത്തിന്റെ ഡെപ്യൂട്ടി മേയറും ശക്തമായി തന്നെ കൂടെയുണ്ട്. ഞങ്ങൾ സത്യം പറയാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ശരിയാണ്, അതൊക്കെയുണ്ട്. പക്ഷേ ഈ പ്രതികളെ വെറുതെ വിട്ടപ്പോ ഈ അപ്പീൽ പോയോ ഇല്ലയോ? കൺഫേംഡ് IPS കൊടുക്കാൻ പോവാന്ന് അറിഞ്ഞത്. ഇത്രയും അതിക്രമം കാണിച്ചിട്ടുള്ള സുദർശനെ ഇപ്പൊ കൺഫേംഡ് IPSന്റെ പട്ടികയിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ ജലീല് കുറെ ആളുകളെ ഇല്ലാതെ ഇതൊക്കെ പഠിച്ചു കിട്ടും എന്നുള്ള ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ ലിസ്റ്റുകൾ കൂടി അതിലുണ്ടോ എന്ന് പരിശോധിക്കണം നന്നായിരിക്കും. പൊതുജനത്തിന്റെ ഒരു ആവശ്യം കൂടിയാണത്. പിന്നെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന രാംകുമാർ സാർ പറയുന്നുണ്ട്, അദ്ദേഹം ലജ്ജിച്ച് തലതാഴ്ത്തുവാണ്. സാറേ, കേരളത്തിലെ സാംസ്കാരിക നായന്മാർ ലജ്ജിക്കുന്നതിന് മുമ്പ് താങ്കളെ പോലുള്ളവർ ലജ്ജിക്കണം. എൻകൗണ്ടറിന്റെ ഭാഗമായിട്ട് മുൻ MP-മാരടക്കമുള്ളവരെ കോടതി ശിക്ഷിക്കുക പോലും ചെയ്യാതെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ പച്ചയായി വെടിവെച്ചു കൊന്ന UP സർക്കാർ, അവിടുത്തെ പോലീസിനെ കുറിച്ച് താങ്കൾ മൗനം പാലിക്കുന്നുണ്ടല്ലോ. എന്തേ താങ്കൾക്ക് നാവടങ്ങിപ്പോയോ? ബലാത്സംഗ കൊലപാതക അവിടെയൊന്നും ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പൊ നടക്കുന്നില്ല. ഇനിയിപ്പോ അങ്ങോട്ടേക്കുള്ള നോട്ടമൊക്കെ ഒന്ന് ദയവായി നിർത്തൂ. കേരളത്തിലേക്ക് വരൂ, പീച്ചിയിലേക്ക് വരൂ, ഗുരുവായൂരിലേക്ക് വരൂ, തൊടുപുഴയിലേക്ക് വരൂ. അവിടെ ഒരിക്കലും ഒരു പോലീസുകാരൻ ആളൊഴിഞ്ഞ കടയിൽ കയറി മാങ്ങ കട്ടെടുത്തിട്ടില്ല. സംഭാവനയാണ്. താങ്കൾ ഒന്നറിയൂ, ഞാൻ കണക്ക് പറഞ്ഞ് കൈക്കൂലി മേടിച്ചിട്ടില്ല. വയർലെസ് സെറ്റ് എടുത്ത് നെഞ്ചത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ല. ശ്രീ ഉല്ലാസ് ബാബു, ഉല്ലാസ്. ഞാനും താങ്കളും താമസിക്കുന്ന ഗ്രാമങ്ങളിലാ. ഞാനും എന്റെ ഭാര്യയും എന്റെ പെൺമക്കളും സ്വസ്ഥമായി തെരുവോരങ്ങളിൽ രായും പകലും നടക്കാൻ അവസരം നൽകുന്നത് കാക്കി ധരിച്ച പോലീസുകാരുള്ളത് കൊണ്ടാ. അതൊന്നും ആരും ഒന്നും തള്ളി പറയുന്നില്ല. ഈ കാക്കിക്കുള്ളിയ ക്രിമിനലുകൾക്ക് എന്തിനാണ് ഈ ഒത്താശ എന്ന് മാത്രമേ ചോദ്യം. വളരെ ലളിതമായൊരു ചോദ്യമാണ് ശ്രീ ജലീൽ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മറന്നുപോയോ? ആഭ്യന്തര വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്, മറന്നുപോയോ? ഈ രണ്ട് ലളിതമായ ചോദ്യമുള്ളൂ. ഉല്ലാസ് പ്രവർത്തകരായ ക്രിമിനലുകൾ കേരള പോലീസിൽ കടന്നുകൂടിയിട്ടുണ്ട്. എലിയെ പോലെ വലിച്ചെറിയും. കേരളം പ്രബുദ്ധമാണ്. കേരളീയ പോലീസ് അതിന്റെ തനിമ നിലനിർത്തും. ഈ കുന്നംകുളത്തെ ഇടിച്ച് തല്ലിപ്പൊളിച്ച ആള് RSSന്റെ നേതാവാണോ? എന്തൊക്കെയായി പറയുന്നത്? ഉല്ലാസ് പറയും. അല്ല, ഈ ജലീൽ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞു ഉല്ലാസ് ബാബു കവലപ്രസംഗം നടത്തുകയാണ്. കവലപ്രസംഗം നടത്തുന്നത് പോലെ നീണ്ട വരികൾ പറയേണ്ടി വരുന്നത് കഴിവുകെട്ട മുഖ്യമന്ത്രിയും കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയും കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് ജലീലെ. ജലീലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ വീർവാണങ്ങൾ പറഞ്ഞില്ലേ, കേരളത്തിൽ ജിഹാദി പോലീസ് കൂട്ടായ്മ ഇല്ലെന്ന്. പച്ച വെളിച്ചം പോലെയുള്ളൊരു സാധനം കേരള പോലീസിനകത്ത് ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തത് ആരാ ജലീലെ? ഒന്ന് പോയി അന്വേഷിക്ക്. 9.5 കൊല്ലം കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ട് എലികളെ പിടിച്ച് പുറത്തേക്കിടാനായിട്ട് നാട്ടിലുള്ള ഒരുത്തൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയായി 9.5 കൊല്ലം ഇല്ല എന്ന് തന്നെയല്ലേ ജലീൽ സമ്മതിക്കുന്നത്? ഇനി നാളെയും മറ്റന്നാളും എടുത്ത് പുറത്തേക്ക് ഇടുമെന്നാണോ പറഞ്ഞത്? പിന്നെ ജലീലിന് നട്ടുണ്ടാവില്ല, ജലീലിന് വിഷമം ഉണ്ടാവില്ല, ജലീലിനൊരു ദോഷം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ കുടുംബത്തെ ആരും പോയിട്ടില്ലല്ലോ, നിങ്ങളുടെ കുടുംബത്തെ ആരും തല്ലി കൊന്നിട്ടില്ലല്ലോ, നിങ്ങളുടെ കുടുംബത്തെ ആരും കസ്റ്റഡി ഭരണത്തിൽ പെട്ടിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, അപ്പൊ നിങ്ങൾക്ക് പിണറായി വിജയനോട് ബഹുമാനം ഉണ്ടാവും. പക്ഷെ അത് അനുഭവിച്ചവന്റെ വീട്ടില് ശ്രീജിത്ത് എന്ന് പറയപ്പെടുന്ന പയ്യനെ കുറിച്ച് അറിയോ ജലീലെ? എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്? വീട്ടിൽ കിടന്നുറങ്ങുന്ന ശ്രീജിത്തിനെ പിടിച്ചു കൊണ്ടുപോയി ആള് തെറ്റിയിട്ട്, ജലീലെ കേട്ടോ, ആള് തെറ്റിയിട്ട്, എന്നിട്ട് അതിനെ കൊന്നിട്ട് ഒരു ഉള്ളിപ്പുമില്ലാതെ നിങ്ങൾ അതിനെ ന്യായീകരിക്കുക. കേരളത്തിൽ എത്ര മരണങ്ങൾ, എത്ര കൊലപാതകങ്ങൾ, എത്രയെത്ര പെൺവാണിഭങ്ങൾ, എത്രയെത്ര ബലാത്സംഗങ്ങൾ, എത്രയെത്ര കുട്ടികളോടുള്ള ആക്രമണങ്ങൾ, എത്രയെത്ര അനാവശ്യമായ ബോംബേറുകൾ, എത്രയെത്ര കഞ്ചാവുകാർ, എത്രയെത്ര MDMA-കാർ, എത്രയെത്ര വിഷയങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അതിനൊന്നും നിയന്ത്രിക്കാൻ സാധിക്കോ? ചെറിയ കുട്ടികളടക്കം, ജലീലെ കേട്ടോ, ചെറിയ കുട്ടികളടക്കം ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ലത് കൊണ്ടാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കൈയാളുന്ന പോലീസ് വിഭാഗത്തിന്റെ ചില വിഭാഗങ്ങൾ ക്രിമിനലുകൾക്ക് മുമ്പിൽ അടിവരയിട്ട് പറയാൻ ജലീലെ, ക്രിമിനലുകൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന് കേരളത്തിലെ തെമ്മാടികൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ബാധ്യതയുണ്ടോ ജലീലെ? എന്തടിസ്ഥാനത്തിൽ? കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വീടുകളിൽ കഞ്ചാവും മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നും ഇങ്ങനെ നടമാടുമ്പോഴേ, ഓരോ വീടുകൾ കണ്ണീരിലാകുമ്പോഴേ, ഓരോ അച്ഛനമ്മയും ഗതികേടിലേക്ക്
പോകുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, ആര് വിതരണം ചെയ്തു എന്ന് കണ്ടെത്താൻ പ്രാപ്തിയില്ലാത്ത ഈ പോലീസ് സംവിധാനം, ഈ എക്സൈസ് സംവിധാനം ആര് ഭരിക്കുന്നു? CPM സർക്കാരല്ലേ? അതിലൊന്നും ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? മുഖ്യമന്ത്രിയല്ലേ? അതിന് കഴിവില്ലെങ്കിൽ അത് വലിച്ചു പറയുന്ന ഞങ്ങളെ കവല പ്രസംഗമായിട്ട് നിങ്ങൾക്ക് തോന്നുക അത് എന്റെ കുറ്റമല്ല. ജലീലെ ഉത്തരം മുട്ടുമ്പോ അല്ല ഉല്ലാസ്, ഇത് സത്യം വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയായിരിക്കും ചോദ്യം. ഞാനൊന്ന് ഇടപെടുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, രാജ്യത്ത് സമ്പൂർണ്ണ സാക്ഷരതയുള്ള 4ാമത്തെ സംസ്ഥാനമായി ഹിമാചൽ പ്രദേശ് മാറുകയാണ്. മറ്റ് 3 സംസ്ഥാനങ്ങൾ ത്രിപുര, മിസോറാം, ഗോവ. 15 വയസ്സിന് മുകളിലുള്ളവർ 95% പേർക്കും സാക്ഷരത ഉണ്ടെങ്കിലേ ഈ പദവി കിട്ടൂ എന്നാണത്രേ. അപ്പോൾ കേരളം എന്നൊരു ചോദ്യമാണ്. എല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമർപ്പിക്കാം ശ്രീ NK ഹരിദാസ് വളരെ വേഗത്തിൽ. നോക്കൂ, ഈ ആഭ്യന്തര വകുപ്പിനുള്ളിൽ ഒരു ക്രമസമാധാനം വേണം. എങ്കിലേ നാടിന് ഒരു ക്രമസമാധാനം കൊടുക്കാൻ അവർക്കാകൂ. നിലവിലത്തെ അവസ്ഥയിലെ കഴിഞ്ഞ 9 വർഷവും 3 മാസവും നമ്മൾ വിശകലനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനുള്ളിലെ ക്രമസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നത് നമുക്ക് അൻവറിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടോ അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാടുകളോടോ ഒന്നും തന്നെ യോജിപ്പില്ലെങ്കിലും അൻവർ പുറത്തുവിട്ട സുജിത് സാർ എന്ന് പറയുന്ന SP-യുടെ ഒരു ടെലിഫോൺ സംഭാഷണം, അൻവറുമായിട്ട് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നത് എന്താ? ADGP അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കച്ചവടക്കാരനാണ്. അദ്ദേഹം കച്ചവടം ചെയ്യാനല്ലേ ഈ വകുപ്പിൽ തന്നെ ഇരിക്കുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വസൂൽ ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് മറ്റേ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കുന്നതിൽ പങ്കുണ്ട്. ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് SP ആണെന്നിരിക്കെ നമ്മുടെ ആഭ്യന്തര വകുപ്പിനുള്ളിൽ നമ്മുടെ പോലീസുകാർക്കിടയിൽ അവർക്കുള്ളിലുള്ള സ്വരച്ചേർച്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പോലീസുകാർക്കുള്ളിൽ സ്വരച്ചേർച്ച ഉണ്ടായാലാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നീതി ലഭിക്കുക. ആ നീതി ലഭിക്കുന്ന കാര്യത്തിൽ കേരളം ഏറെ പുറകിലാണ്. ഇത്തരം പോലീസുകാർ കാണിച്ചു കൂട്ടുന്ന ഈ ജനങ്ങളുടെ നേരെ കയ്യേറ്റം അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാളെയോ മറ്റന്നാളോ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയാൽ നമുക്കതിൽ അത്ഭുതപ്പെടാനാവില്ല. കാരണം അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളിൽ ഒരു സാഡിസ്റ്റിനെ പോലെ അനുഭവിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇവിടെ കോട്ടയത്ത് കെവിൻ എന്ന് പറയുന്ന 26-കാരൻ മരിച്ചിട്ട് ഒരു 21-കാരിയെ വിധവയ്ക്ക് തുല്യമാക്കിയത് ആ പോലീസ് സ്റ്റേഷനിൽ 4ഓ 5ഓ തവണ ഈ പാവം പെൺകുട്ടി വിളിച്ചു പറഞ്ഞു. എന്തെന്ന്? എന്റെ ഭർത്താവിനെ കാണാനില്ല, എന്റെ ഭർത്താവിനെ എന്റെ വീട്ടുകാരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുക, അദ്ദേഹത്തിന് എന്തും സംഭവിക്കാം. പോലീസുകാർ പറഞ്ഞ മറുപടി എന്താ? മുഖ്യമന്ത്രി കോട്ടയത്തുണ്ട്, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് പരിരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മറ്റു ഡ്യൂട്ടികൾക്ക് പോകാൻ സാധിക്കുമെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു അഭയം, അതായത് പരിരക്ഷ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി വിളിച്ചപ്പോൾ പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ പോലീസ് തരം താണോ എങ്കിൽ അതിന് ഉത്തരവാദി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വേണ്ടി വന്നാൽ ബോംബുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളം ഭരിച്ചിട്ടുള്ള നമുക്ക് നാളെ സാക്ഷരതയിൽ എന്നല്ല എല്ലാ കാര്യത്തിലും നമ്മുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലൊരു അത്ഭുതപ്പെടാനുമില്ല ശ്യാമൻ. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോഴത്തെ ഈ സർക്കാരിനോ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും അറിയുന്നില്ല. ഏതൊക്കെ DGP-മാർ അധികാരമേറ്റിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ അധികാരമേറ്റതിന് ശേഷമെങ്കിൽ അവരൊക്കെ പോലീസ് എങ്ങനെ ജനങ്ങളോട് നികുതിദായകരോട് പെരുമാറണമെന്ന് പറഞ്ഞിട്ടുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു DGP-യും തന്റെ കീഴിലുള്ള ADGP-മാരെ അത് പരിശോധിക്കുന്നുണ്ടോ എന്നോ, ADGP-മാരെ IG-മാരെ പരിശോധിക്കുന്നുണ്ടോ എന്നോ, IG-മാരെ SP-മാരെ പരിശോധിക്കുന്നുണ്ടോ എന്നോ, SP-മാരെ തങ്ങൾക്കുണ്ടായുള്ള DYSP-മാരും സർക്കിൾ ഇൻസ്പെക്ടർമാരും പരിശോധിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ കയ്യിൽ കിട്ടി 23 മാസവും 16 മാസവും അത് കണ്ട് രസിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സേന മാറിയെങ്കിൽ ആ സേനയുടെ മാറ്റത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കും ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ കീഴിലാണ് ഈ ആഭ്യന്തര വകുപ്പ്. അത് ദയവായി അങ്ങ് ഓർക്കണം. സക്രിയമായ ഒരു ഇടപെടൽ അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഒപ്പം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, സത്യസന്ധമായി ജോലിയെടുക്കുന്ന പോലീസുകാർക്കെതിരെ ഒരക്ഷരം പോലും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അതേസമയം കാക്കിക്കുള്ളിലെ ക്രിമിനലുകൾക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടായേ മതിയാവും. കാരണം നമ്മളെയൊക്കെ സ്വന്തം വീട്ടിൽ ഇങ്ങനൊരവസ്ഥ ആലോചിച്ച് നോക്കും. ആള് മാറി പിടിച്ചുകൊണ്ട് പോവുക, തല്ലിക്കൊല്ലുക, ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആ കണ്ണീരിന്, അമ്മമാരുടെ കണ്ണീരിന്
നീതി കിട്ടിയേ മതിയാകും. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ അതിഥികൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.